എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാ പ്രശ്നങ്ങളും ശരിയാകും. ഒരുപാട് നാളായില്ല നമ്മൾ കണ്ടിട്ട്. ഇനി എന്നും ഉണ്ടാകൂട്ടോ, നിങ്ങളുടെ സപ്പോർട്ട് മാത്രം മതി. എന്നാൽ പിന്നെ സമയം കളയുന്നില്ല, ഒന്ന് ലൈക്ക് ചെയ്ത് കണ്ടോളൂ. കഥയുടെ തുടക്കത്തിൽ തന്നെ വീട് എല്ലാ മനുഷ്യൻ്റെയും വലിയ സ്വപ്നമാണ്. അത് വെറും ഇഷ്ടികയും കല്ലും സിമെൻറ്റും കൊണ്ടുണ്ടാക്കുന്ന കെട്ടിടം മാത്രമല്ല, അതൊരു വികാരമാണ്. മാതാപിതാക്കളുടെ പ്രതീക്ഷകളും കുട്ടികളുടെ കളിയും ചിരിയും പിന്നെ ജീവിതകാലം മുഴുവനായുള്ള അധ്വാനത്തിൻ്റെ ഫലവുമാണത്. ആളുകൾ തങ്ങളുടെ സർവസ്വവും പണയം വെച്ചാണ് സ്വന്തമായി ഒരു വീടെന്ന സ്വപ്നത്തിനായി പരിശ്രമിക്കുന്നത്. അതിനുവേണ്ടി ലോൺ എടുക്കുന്നു, വർഷങ്ങളോളം ത്യാഗം ചെയ്യുന്നു. എന്നാൽ ഒരു നിമിഷമൊന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങൾ ജീവിതം കെട്ടിപ്പടുത്ത അതേ വീട് തന്നെ നിങ്ങളെ ശ്വാസം മുട്ടിക്കാൻ തുടങ്ങിയാലോ? രാത്രിയുടെ ഇരുളിൽ ആ വീടിനുള്ളിൽ മറ്റാരോ കൂടി താമസിക്കുന്നുണ്ടെന്നറിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീട്ടിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയുമോ? അതോ ആ വീട് നിങ്ങളെ പോകാൻ അനുവദിക്കുമോ? ഒരു നാൾ സ്വപ്ന ഭവനമായിരുന്നുവെങ്കിലും ഒടുവിൽ ജീവിതത്തിലെ ഏറ്റവും വലിയ പേടി സ്വപ്നമായി മാറിയ ഒരു വീടിൻ്റെ കഥയാണിത്. ഇത് രാകേഷിൻ്റെ കഥയാണ്. അവൻ്റെ സ്വപ്ന ഭവനം അവൻ്റെ സർവസ്വവും കവർന്നെടുത്തു എന്നതിൻ്റെ കഥ. ഇത് നടക്കുന്നത് 2021 അന്ന് അവൻ്റെ ജോലിസ്ഥലം മാറി. ആദ്യം അവൻ ഇൻഡോറിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. എന്നാൽ കമ്പനി അവനെ ഭോപ്പാലിലേക്ക് മാറ്റുകയായിരുന്നു. പുതിയ നഗരം, പുതിയ അന്തരീക്ഷം, അതിനു മുകളിൽ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തം. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ തനിക്ക് പറ്റിയൊരു വാടക വീട് കിട്ടണമെന്ന് അവൻ ആഗ്രഹിച്ചു. രാകേഷും അവൻ്റെ ഭാര്യ പൂജയും പിന്നെ അവൻ്റെ 7 വയസ്സുള്ള പ്രിയപ്പെട്ട മകൻ ആരവും അടങ്ങിയ ഒരു സുന്ദര കുടുംബമായിരുന്നു അത്. ഭാര്യ പൂജ ഒരു ലളിതമായ മതവിശ്വാസമുള്ള ഒരു സ്ത്രീയായിരുന്നു. മകൻ ആരവെന്ന 2ാം ക്ലാസ്സിലാണ് പഠിച്ചിരുന്നത്. രാകേഷ് പറയുന്നത് ആരവ് വളരെ സന്തോഷവാനായ കുട്ടിയായിരുന്നു എന്നാണ്. പുതിയ വീട്, പുതിയ നഗരം, ഇതൊക്കെ അവനൊരു സാഹസികത പോലെയായിരുന്നു. അവിടെ കുട്ടിക്ക് സ്വതന്ത്രമായി താമസിക്കാനും കളിക്കാനും ഓടാനും സാധിക്കണം. അതുകൊണ്ടാണ് രാകേഷ് കുറച്ച് വിശാലമായ വീട് വേണമെന്ന് ആഗ്രഹിച്ചത്. ഭോപ്പാലിൽ അവർ ഏകദേശം 2 ആഴ്ച വീട് തിരയാൻ വേണ്ടി മാത്രം ചിലവഴിച്ചു. ചിലയിടത്ത് വാടക കൂടുതലായിരുന്നു, ചിലപ്പോൾ അവർക്ക് സ്ഥലം ഇഷ്ടപ്പെടില്ല, ചിലപ്പോൾ വീട് വളരെ ചെറുതായിരുന്നു. വീടിനായുള്ള തിരച്ചിലിൻ്റെ ഇടയിൽ രാകേഷ് വളരെ ക്ഷീണിച്ചിരുന്നു. ഏകദേശം ആ തിരച്ചിൽ ഉപേക്ഷിക്കാൻ പോകുമ്പോഴാണ് ഒരു ബ്രോക്കറുടെ കോൾ വന്നത്. സാർ, ഒരു വീട് കിട്ടിയിട്ടുണ്ട്. കുറച്ച് പഴയ വീടാണ്, പക്ഷെ ആ വീട് വളരെ വലുതുമാണ്, സ്പേസ് നല്ലതാണ്. പിന്നെ അത് വിലയ്ക്ക് വാങ്ങേണ്ടി വരും, പിന്നെ അധികം വിലയുമില്ല. വാസ്തവത്തിൽ രാകേഷിന് വീട് വാങ്ങാൻ യാതൊരു പദ്ധതിയും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ വീട് വളരെ വിലക്കുറവിനായിരുന്നു ലഭിച്ചിരുന്നത്. രാകേഷിന് ആ വില ആകർഷകമായി തോന്നി. അടുത്ത ദിവസം ബ്രോക്കറും രാകേഷും കൂടി ആ വീട് കാണാൻ പോയി. വീടിന് മുന്നിലെത്തുമ്പോൾ തന്നെ ഏറ്റവും ആദ്യം രാകേഷ് ശ്രദ്ധിച്ചത് ആ നിശബ്ദതയാണ്. റോഡിൽ ട്രാഫിക് ഉണ്ടായിരുന്നു, എന്നാൽ വീടിൻ്റെ ഗേറ്റിൻ്റെ അടുത്ത് വരുമ്പോഴേക്കും ശബ്ദങ്ങൾ തീരെ കുറഞ്ഞു. വീടിൻ്റെ ഗേറ്റ് ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയതായിരുന്നു. അതിൽ അവിടെ ഇവിടെയായി തുരുമ്പ് പിടിച്ചിരുന്നു. ആ ഗേറ്റ് തുറന്ന് ഉള്ളിൽ കയറുമ്പോൾ തന്നെ ഒരു ചെറിയ മുറ്റമുണ്ടായിരുന്നു. മുറ്റം നിറയെ ഉണങ്ങിയ ഇലകൾ വിതറിക്കിടക്കുന്നുണ്ടായിരുന്നു. അതായത് അവിടെ വളരെ കാലമായി വൃത്തിയാക്കിയിരുന്നില്ല എന്ന് അവന് മനസ്സിലായി. ചുരുക്കത്തിൽ വീടിൻ്റെ അപ്പോഴത്തെ അവസ്ഥ വളരെ മോശമായിരുന്നു. ആ വീടൊരു 2 നില കെട്ടിടമായിരുന്നു. താഴെ ഒരു വലിയ ഹാൾ, അതിലൊരു പഴയ സീലിംഗ് ഫാൻ ഉണ്ടായിരുന്നു. അടുക്കള വശത്തേക്ക് പോകുന്ന ഭാഗത്ത് ഒരു ചെറിയ പൂജാമുറിയും ഉണ്ടായിരുന്നു. വീടിൻ്റെ മുകളിലേക്ക് പോകാൻ പഴയ മരപ്പടികൾ ഉണ്ടായിരുന്നു. ഓരോ ചുവടിലും ചെറിയ ശബ്ദമുണ്ടായിരുന്നു. മുകളിലെ നിലയിൽ 2 ബെഡ്റൂമുകളായിരുന്നു ഉണ്ടായിരുന്നത്. ആ മുറികൾ വളരെ വലുതായിരുന്നു, പക്ഷേ ഭിത്തികളിൽ മുൻപെപ്പോഴും ചോർച്ചയുണ്ടായ പാടുകൾ അവശേഷിച്ചിരുന്നു. ആ റൂമിൻ്റെ ജനലുകൾക്ക് പുറത്ത് ഗ്രില്ലുകൾ ഉണ്ടായിരുന്നു. അവിടുത്തെ വായു കുറച്ച് കനത്തതായി തോന്നി. കുറേ കാലം വീട് അടച്ചിരിക്കുമ്പോൾ ഉണ്ടാകുമല്ലോ, അത്തരത്തിലുള്ള അനുഭവമാണ് രാകേഷിന് തോന്നിയത്. വീട് അല്പം വിചിത്രമായി തന്നെ അവന് തോന്നി. പക്ഷേ ആ ഏരിയയിലെ ബാക്കി വീടുകളുടെ നിരക്കിനേക്കാൾ 20 ലക്ഷം കുറവിലാണ് ലഭിക്കുന്നത്. രാകേഷിൻ്റെ പക്കൽ അധികം പണമില്ലായിരുന്നു, പക്ഷെ വീട് വെറും ഒരു വീടല്ലല്ലോ, അതൊരു വികാരമാണ്. രാകേഷ് വിചാരിച്ചത് തൻ്റെ സമ്പാദ്യവും പിന്നെ ലോണും എടുത്ത് ഈ വീട് എങ്ങനെയെങ്കിലും വാങ്ങിയാൽ വാടക വീടുകൾ തിരക്കി നടന്ന് അലയണ്ടല്ലോ എന്നാണ്. രണ്ടാമത്തെ കാര്യം, ഇത്രയധികം വിലക്കുറവിൽ ഈ വീട് തനിക്ക് സ്വന്തമാവാം. രാകേഷ് വീട് വാങ്ങുന്നതിനെ പറ്റി പല രീതിയിൽ ചിന്തിച്ചു. ഇത് മൂല്യം കൂടുന്ന സ്വത്താണ്, എൻ്റെ കുടുംബത്തിന് സുരക്ഷിതമായി താമസിക്കാം. സ്വന്തം വീടെന്നത് സ്വന്തം വീട് തന്നെയാണ്, രാകേഷ് ചിന്തിച്ചു. വീടിൻ്റെ ഇടപാടുകൾ ഉറപ്പിക്കുന്നതിന് മുമ്പ് അവൻ ബ്രോക്കറെ ചില കാര്യങ്ങളെപ്പറ്റി അന്വേഷിച്ചു. ഈ വീട്ടിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എല്ലാം ഓക്കെയാണോ? ഇതിന് ബ്രോക്കർ പറഞ്ഞത് ഇത്ര മാത്രം: ഇല്ല സാർ, ആ വീട് നല്ലതാണ്, അതിന് യാതൊരുവിധ കുഴപ്പവുമില്ല, പക്ഷെ അവിടെ ആളുകൾ അധികം താമസിക്കാറില്ല. ഈ കാര്യം രാകേഷ് അപ്പോൾ വളരെ ലാഘവത്തോടെയാണ് എടുത്തത്. വീടിൻ്റെ ഇടപാട് ഉറപ്പിക്കുന്നതിന് മുമ്പ് രാകേഷ് ഒരിക്കൽ കൂടി അവിടെ സന്ദർശിച്ചു. അപ്പോൾ തന്നെ അവൻ വീട്ടുടമസ്ഥനെ വിളിച്ച് ആ വീട്ടിലേക്ക് വരാൻ പറഞ്ഞിരുന്നു. രാകേഷ് പറഞ്ഞതനുസരിച്ച് അദ്ദേഹം വന്നിരുന്നു. തീരെ മെലിഞ്ഞൊരു വൃദ്ധൻ, മുഖം എപ്പോഴും തളർന്നതുപോലെ തോന്നിയിരുന്നു. അദ്ദേഹം വീടിനുള്ളിലേക്ക് കയറിയില്ല. വീടിന് പുറത്ത് ഗേറ്റിൻ്റെ അടുത്ത് നിന്ന് തന്നെ രാകേഷുമായി സംസാരിച്ചു.
രാകേഷ് ആ വീടിനെ പറ്റി പല ആളുകളോടും ചോദിച്ചെങ്കിലും എല്ലാവരും വീട് വാങ്ങാനാണ് പറഞ്ഞത്. അവസാനം രാകേഷ് എങ്ങനെയെങ്കിലും പണം സംഘടിപ്പിച്ച് ആ വീട് വാങ്ങി. വീട് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഉടമസ്ഥൻ രാകേഷിനോട് പറഞ്ഞൊരു കാര്യം വളരെയധികം വിചിത്രമായി തോന്നി. രാത്രി സമയത്ത് മുകളിലത്തെ നിലയിലേക്ക് വെറുതെ പോകരുത്. പിന്നെ രാത്രിയിൽ എന്തെങ്കിലും ശബ്ദം കേട്ടാൽ അത് പഴയ വീടായതുകൊണ്ട് വലിയ കാര്യമാക്കേണ്ട എന്ന് കരുതിയാൽ മതി. അദ്ദേഹം കൊടുത്ത ഈ മുന്നറിയിപ്പ് ആ സമയത്ത് രാകേഷിന് വളരെ ലാഘവത്തോടെയാണ് എടുത്തത്. പിന്നീട് അവന് മനസ്സിലായി അത് വെറും ഒരു മുന്നറിയിപ്പായിരുന്നില്ല എന്ന്. രാകേഷ് പറയുന്നത് അവർ താമസം മാറി തുടങ്ങി. ആ ദിവസം തന്നെ രാകേഷിൻ്റെ ഭാര്യ പൂജ ആദ്യമായി വീട്ടിൽ വിളക്ക് കത്തിച്ചു. പൂജ നടത്തിയവർ 3 പേരും ഒരുമിച്ച് പ്രാർത്ഥിച്ചു. ആരവ് അവൻ്റെ മുറിയിൽ സന്തോഷത്തോടെ കളിക്കുന്നുണ്ടായിരുന്നു. എല്ലാം വളരെ സാധാരണമായി തോന്നി. എന്നാൽ ആ രാത്രി രാകേഷ് ഹാളിൽ തനിച്ചായിരുന്ന സമയം പെട്ടെന്ന് മുകളിൽ നിന്നും ആരോ അവനെ നോക്കുന്നതായി തോന്നി. അവൻ വേഗം മുകളിലേക്ക് നോക്കി. പക്ഷെ അവിടെ ആരുമില്ലായിരുന്നു. പക്ഷേ മുകളിലേക്ക് കുറച്ചുകൂടി ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ആ വീട് അവനെ ഉറ്റുനോക്കുന്നതായി അവന് തോന്നി. അവൻ അതിനെ അവഗണിക്കാൻ ശ്രമിച്ചു. അവൻ കരുതിയത് താനിപ്പോൾ താമസം മാറിയതല്ലേ ഉള്ളൂ. അതുകൂടാതെ താൻ വളരെയധികം ക്ഷീണിച്ചിരിക്കുന്നു. ഒരുപാട് വീടുകൾ നോക്കി അലഞ്ഞിരുന്നു. ഒരുപാട് ഉറക്കവും നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒരുപക്ഷെ ക്ഷീണമെല്ലാം കൊണ്ടും ഉറക്കക്കുറവ് മൂലവും തോന്നലാവാമെന്നാണ്. ഇങ്ങനെയാണ് അവൻ ആ പേടിയെ അവഗണിക്കാൻ ശ്രമിച്ചത്. വീട് മാറുന്നതിൻ്റെയും മറ്റും തിരക്കുകൾ മൂലവും രാകേഷും ഭാര്യ പൂജയും വളരെയധികം ക്ഷീണിച്ചിരുന്നു. അവർ തങ്ങളുടെ സാധനങ്ങളൊന്നും അടുക്കി വെച്ചിരുന്നില്ല. ക്ഷീണം മൂലം അവർ ഉറക്കത്തിലേക്ക് വഴുതി വീണു. സാധനങ്ങളെല്ലാം പിറ്റേ ദിവസം രാവിലെ സാവധാനം അടുക്കി വെക്കാമെന്ന് ഇരുവരും തീരുമാനിച്ചിരുന്നു. ആരവ് അവൻ്റെ പുതിയ റൂമിൽ വളരെ സന്തോഷത്തോടെ ഉറങ്ങിയിരുന്നു. പൂജയും രാകേഷും താഴെ ഹാളിൽ തന്നെ കിടന്നുറങ്ങി. രാത്രി 1 മണിക്ക് പെട്ടെന്ന് രാകേഷിൻ്റെ കണ്ണുകൾ തുറന്നു. ആരും അവൻ്റെ പേര് വിളിച്ചതുപോലെ, രാകേഷ് രാകേഷ്. പിന്നെ അവൻ കരുതി തോന്നലായിരിക്കുമെന്ന്. പുതിയ വീട് മാറിക്കിടന്നതല്ലേ, അതിൻ്റെ തോന്നലായിരിക്കാമെന്ന് കരുതി. ഇവിടെ ഞങ്ങൾ 3 പേരുമല്ലാതെ മറ്റാരുമില്ലല്ലോ, പിന്നെ ആരാണ് എൻ്റെ പേര് വിളിക്കുക? പിന്നീട് അവൻ വീണ്ടും ഉറങ്ങാൻ ശ്രമിച്ചു. പിന്നെയും അത് ആവർത്തിച്ചു. തൻ്റെ കണ്ണുകൾ അടച്ചപ്പോൾ ആരോ അവൻ്റെ ചെവിയിൽ രാകേഷ് എന്ന് വിളിച്ചു. അവൻ കേട്ട ആ ശബ്ദം വളരെ താഴ്ന്നതായിരുന്നു. സ്വപ്നമാണോ സത്യമാണോ എന്ന് തിരിച്ചറിയാൻ അവന് കഴിഞ്ഞില്ല. ഹാൾ പൂർണ്ണമായി ഇരുട്ടിൽ മുങ്ങിക്കുളിച്ചിരുന്നു. സ്റ്റെയർ കേസിനടുത്തുള്ള ജനൽ കുറച്ച് തുറന്നിരുന്നു. അവിടെ നിന്നും സ്ട്രീറ്റ് ലൈറ്റ് ഉള്ളിലേക്ക് വരുന്നുണ്ടായിരുന്നു. രാകേഷിൻ്റെ ഭാര്യ പൂജ അവൻ്റെ തൊട്ടടുത്ത് തന്നെ കിടക്കുന്നുണ്ടായിരുന്നു. എല്ലാം ഓക്കെയാണെന്ന് അവന് തോന്നി. അടുത്ത നിമിഷം തന്നെ പെട്ടെന്നായിരുന്നു അടുക്കളയിൽ നിന്നും എന്തൊക്കെയോ പാത്രങ്ങൾ താഴേക്ക് വീഴുന്ന ശബ്ദം അവൻ കേട്ടത്. ഹൃദയം നിലച്ചു പോകുന്നത് പോലെ ഒരു ഞെട്ടൽ അവൻ അനുഭവപ്പെട്ടു. ഒരു നിമിഷം അവൻ ഇരുന്നിടത്ത് തന്നെ ഇരുന്നു. പിന്നെ കുറച്ചു നേരം എന്തോ ആലോചിച്ച ശേഷം അവനൊന്ന് ശ്വാസം വലിച്ചു വിട്ടു. പിന്നെ അവൻ വിചാരിച്ചു അടുക്കളയിൽ എലികൾ വല്ലതും കാണുമെന്ന്. കാരണം വീട് വളരെ കാലമായി അടച്ചിട്ടിരിക്കുകയായിരുന്നല്ലോ. ശേഷം പതിയെ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് നടക്കാൻ തുടങ്ങി. അവൻ്റെ ചുവടുകൾ വളരെ സാവധാനമായിരുന്നു. അടുക്കളയിലെത്തി ലൈറ്റ് ഓൺ ചെയ്തു. അവിടെ അവൻ ഒന്നും തന്നെ കാണുവാൻ കഴിഞ്ഞില്ല. ഇതിനുശേഷം അവൻ ചുറ്റും നോക്കാൻ തുടങ്ങി, എവിടെയാണ് പാത്രങ്ങൾ വീണതെന്ന്. പക്ഷെ അവിടെ പാത്രം ഒന്നും തന്നെ വീണിട്ടുണ്ടായിരുന്നില്ല. അവൻ അത്ഭുതപ്പെട്ടു. ഒന്നും കാണാത്തത് കൊണ്ട് അവൻ തിരികെ നടക്കുവാൻ തുടങ്ങി. ആ സമയം അവൻ്റെ പിന്നിൽ നിന്നും ഒരു സ്റ്റീൽ പാത്രം വീഴുന്ന വലിയ ശബ്ദം കേട്ടു. ഞൊടിയിടയിൽ തന്നെ വേഗം പുറകോട്ട് തിരിഞ്ഞു നോക്കി. അപ്പോൾ അടുക്കള സ്ലാബിൻ്റെ മുകളിൽ വെച്ചിരുന്ന സ്റ്റീൽ ഗ്ലാസ് നിലത്തേക്ക് വീണ് കിടക്കുന്നുണ്ടായിരുന്നു. ആ ഗ്ലാസ് കണ്ടപ്പോൾ രാകേഷിൻ്റെ ഹൃദയമിടിപ്പ് ഉയർന്നിരുന്നു. കാരണം അടുക്കളയിലേക്ക് വന്നു നോക്കുമ്പോൾ ആ ഗ്ലാസ് സ്ലാബിൻ്റെ നടുവിലായി കമിഴ്ത്തി വെച്ചിരിക്കുകയായിരുന്നു. മെല്ലെ മെല്ലെ അവൻ ആ ഗ്ലാസിൻ്റെ അരികിലേക്ക് വന്ന് അതെടുത്ത് വീണ്ടും സ്ലാബിൻ്റെ മുകളിൽ വെച്ചു. പിന്നീട് സംഭവിച്ചതെല്ലാം യാദൃശ്ചികമായിരിക്കുമെന്ന് അവൻ സ്വയം സമാധാനപ്പെട്ടു. വീണ്ടും അവൻ ഹാളിലേക്ക് നടക്കാൻ തുടങ്ങി. രാകേഷ് ഹാളിലെത്തിയപ്പോൾ മുകളിലത്തെ നിലയിൽ നിന്നും എന്തൊക്കെയോ ശബ്ദം കേൾക്കുവാൻ തുടങ്ങി. അതേസമയം മരപ്പടികളിലൂടെ ആരോ പതുക്കെ കാലുകൾ വലിച്ചഴിച്ച് നടക്കുന്നത് പോലെ മറ്റൊരു ശബ്ദവും കേൾക്കാൻ തുടങ്ങി. രാകേഷ് മുകളിലേക്ക് നോക്കി. അവിടെ ഒന്നും തന്നെ അവന് കാണുവാൻ കഴിഞ്ഞില്ല. അവിടെ ആകെ ഇരുട്ടിനാൽ മൂടപ്പെട്ടിരിക്കുന്നു. ആരെയും കാണുവാൻ സാധിച്ചില്ല. പക്ഷെ കേൾക്കുന്ന ശബ്ദം നിലയ്ക്കുന്നില്ലായിരുന്നു. അവൻ ഉച്ചത്തിൽ തൻ്റെ ഭാര്യയെ വിളിച്ചു. അവൾ പേടിച്ചു ഉറക്കത്തിൽ നിന്നും ചാടി എഴുന്നേറ്റു. കാര്യം എന്താണെന്ന് തിരക്കിയപ്പോൾ രാകേഷ് നടന്നതൊക്കെയും പറഞ്ഞു. എനിക്കും ശബ്ദം കേൾക്കുന്നുണ്ട്, അവൾ താഴ്ന്ന സ്വരത്തിൽ അവനോട് പറഞ്ഞു. ഇത് കേട്ട രാകേഷിൻ്റെ കൈകൾ തണുത്തുറഞ്ഞതുപോലെയായി. കാരണം അതവൻ്റെ വെറും തോന്നലായിരുന്നില്ല എന്ന് മനസ്സിലായി. പൂജയ്ക്കും അവൻ കേൾക്കുന്ന അതേ ശബ്ദം കേൾക്കാമായിരുന്നു. ഇതെങ്ങനെ സാധിക്കും? അവൻ്റെ മനസ്സ് എന്തൊക്കെയോ ചിന്തകളിൽ മുഴുകി. അപ്പോഴായിരുന്നു മുകളിൽ ആരവിൻ്റെ മുറിയിൽ നിന്നും അവൻ്റെ കരച്ചിൽ ശബ്ദം കേട്ടത്. അവർ 2 പേരും ഓടി അവൻ്റെ മുറിയിലേക്ക് പോയി. ആരവ് അവൻ്റെ ബെഡിൽ വിയർത്ത് കുതിർന്നിരിക്കുകയായിരുന്നു. ആരവ്, എന്താ മോനെ പറ്റിയത്? എന്തിനാ കരയുന്നേ? അപ്പാ അപ്പാ, ആ അങ്കിൾ താഴേക്ക് പോയല്ലോ, ആരവ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഇത് കേട്ട രാകേഷും പൂജയും ഒരുപോലെ ഞെട്ടി. രാകേഷ് ദേഷ്യത്തോടെയും പേടിയോടെയും അവനോട് ചോദിച്ചു, ഏതങ്കിളാ മോനെ? ആരവ് പടികളുടെ നേർക്ക് വിരൽ ചൂണ്ടി. പൂജ കരഞ്ഞുകൊണ്ട് ആരവിനെ കെട്ടിപ്പിടിച്ചു. അവളും വളരെയധികം പേടിച്ചിരുന്നു.
രാകേഷ് ആ സമയം ചിന്തിച്ചത് ഇങ്ങനെയൊന്നും നടക്കാനൊരു വഴിയുമില്ലല്ലോ. ഞങ്ങൾ ഇപ്പോഴല്ലേ വന്നത്, ഇങ്ങനെയൊക്കെ സത്യത്തിൽ നടക്കുമോ? അങ്ങനെയാണ്. ശേഷം ആരവനെ സമാധാനിപ്പിച്ച് അവന് വെള്ളം കൊടുത്തു. അവനെ ഉറക്കാൻ ശ്രമിച്ചു. കുറച്ചു സമയത്തിന് ശേഷം പാവം കുട്ടി ശാന്തനായി ഉറങ്ങാൻ തുടങ്ങി. ഞങ്ങൾ പുറത്തിറങ്ങി മുകളിലേക്ക് നോക്കി. അപ്പോൾ അവിടെയെല്ലാം വളരെ സാധാരണമായി തോന്നി. പക്ഷെ അവർ ഇരുവരും താഴെ ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ മുന്നിലുള്ള ക്ലോക്കിൽ ശ്രദ്ധിച്ചു നോക്കി. സമയം 3:17. ആ ക്ലോക്കിനെ ഒന്ന് സൂക്ഷ്മമായി നിരീക്ഷിച്ചപ്പോൾ അതിൻ്റെ സെക്കൻഡ് സൂചി നിശ്ചലമായിരിക്കുന്നതായി അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. ആരോ ആ സൂചിയെ നിർബന്ധപൂർവ്വം പിടിച്ചു നിർത്തിയതുപോലെ അവർക്ക് തോന്നി. പെട്ടെന്ന് വീടിൻ്റെ ഉള്ളിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന വൈദ്യുത ഉപകരണങ്ങളുടെ വോൾട്ടേജ് കുറഞ്ഞു. ഫാനിൻ്റെ ശബ്ദം കുറയുന്നു. ലൈറ്റ് മിന്നി മിന്നി അണയുന്നു. അപ്പോൾ പടികളുടെ വശത്ത് നിന്ന് വീണ്ടും ശബ്ദം കേൾക്കുവാൻ തുടങ്ങി. അപ്പോൾ അവർക്ക് പെട്ടെന്ന് തോന്നിയത് തങ്ങളുടെ മകൻ റൂമിൽ നിന്നും തങ്ങളുടെ അടുത്തേക്ക് നടന്നു വരുന്നതായിട്ടാണ്. പക്ഷെ ഒന്നുകൂടി കാതോർത്ത് നോക്കിയപ്പോൾ ശബ്ദം താഴെ നിന്നാണ് വരുന്നതെന്ന് അവർക്ക് മനസ്സിലായി. ഇതൊക്കെ വളരെയധികം ഭയപ്പെടുത്തുന്ന കാര്യങ്ങളായിരുന്നു. പൂജ ഭയപ്പെട്ട് രാകേഷിൻ്റെ കൈ ബലമായി പിടിച്ചു. അവളുടെ വിരലുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. നമ്മൾ മുകളിൽ വരാൻ പാടില്ലായിരുന്നു. ഉടമസ്ഥൻ വിലക്കിയതായിരുന്നല്ലോ. എനിക്ക് ഒട്ടും മനസ്സിലാകുന്നില്ല എന്താ നടക്കുന്നത്. എനിക്ക് പേടിയാകുന്നുണ്ട്, അവൾ തൻ്റെ ഭർത്താവിൻ്റെ ചെവിയിൽ പതുക്കെ പറഞ്ഞു. ആ സമയത്തും അവളുടെ ശബ്ദം വിറയ്ക്കുന്നുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് ശബ്ദങ്ങളെല്ലാം നിലച്ചു. അവർ താഴെ ഇറങ്ങി സ്വയം സമാധാനിക്കാൻ ശ്രമിച്ചു. അവൻ താഴേക്ക് വന്നപ്പോൾ മണ്ണിൻ്റെ ഗന്ധം അവൻ്റെ മൂക്കിലേക്ക് തുളച്ചു കയറി. മഴയ്ക്ക് ശേഷമുണ്ടാകുന്ന നനഞ്ഞ മണ്ണിൻ്റെ മണം പോലെ അതുപോലെയായിരുന്നു മണം വന്നത്. അവർ ലൈറ്റ് ഓൺ ചെയ്യാതെയാണ് മുകളിൽ പോയത്. അതുകൊണ്ടാണ് ഞാൻ താഴെ വന്ന ശേഷം ലൈറ്റുകൾ ഓൺ ചെയ്തത്. അതിനുശേഷം കണ്ട കാഴ്ച അവരെ ശരിക്കും ഭയപ്പെടുത്തിയിരുന്നു. പടികളിൽ നനഞ്ഞ കാലടികളുടെ പാട്. ആ പാട് മുകളിൽ നിന്നും താഴേക്ക് വരുന്നുണ്ട്. അവസാനത്തെ പടിയിൽ വന്ന് അത് നിന്നു. ആ ആളല്ലെങ്കിൽ അത് ഏത് സാധനത്തിൻ്റെ കാലാണോ അത് അവസാനത്തെ പടിയിൽ നിൽക്കുന്നത് പോലെ. തങ്ങളിപ്പോൾ മുകളിൽ പോയതല്ലേ, ഒരുപക്ഷെ ചെരുപ്പ് നനഞ്ഞിട്ടുണ്ടാകാം. അവൻ പിന്നെയും തൻ്റെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുവാൻ ശ്രമിച്ചു. അല്ലെങ്കിൽ വേറെ എങ്ങനെ പാടുകൾ വരാനാണ്? അല്ല, കിടന്നുറങ്ങുകയായിരുന്ന താനും ഭാര്യയും എങ്ങനെ നനയാനാണ്? ഇതെന്താണ് താൻ ചിന്തിക്കുന്നത്? താനൊരു എഞ്ചിനീയറാണ്. ഇന്നത്തെ കാലത്ത് ഇതെല്ലാം സാധ്യമാണോ? പിന്നെയും ചിന്താഭാരം അവൻ്റെ തലച്ചോറിനെ ചൂടുപിടിപ്പിച്ചു. സ്വയം ഉള്ളിൽ ചിന്തകൾ കൊണ്ട് വാഗ്വാദങ്ങൾ നടത്തുമ്പോഴും താൻ ശാന്തനാണെന്ന് അവൻ പൂജയ്ക്ക് കാണിക്കാൻ ശ്രമിച്ചു. പക്ഷെ പൂജ ആ രാത്രി മുഴുവനും പേടി കാരണം ഉറങ്ങിയില്ല. അതോടൊപ്പം രാകേഷും ഉറങ്ങിയിരുന്നില്ല. രാവിലെ ഉറക്കമുണർന്ന് അല്പസമയം കഴിഞ്ഞപ്പോൾ പൂജ രാകേഷിനോടൊരു കാര്യം പറഞ്ഞു. അതവൾ ആദ്യം അവനോട് പറഞ്ഞിരുന്നില്ല. രാകേഷ്, വീട്ടിലേക്ക് വരുമ്പോൾ പൂജാമുറിക്കുള്ളിൽ ആരോ നേരത്തെ തന്നെ ഇരിക്കുന്നതായി എനിക്ക് തോന്നി. അങ്ങനെയാണെങ്കിൽ നീ എന്തുകൊണ്ട് നേരത്തെ എന്നോടത് പറഞ്ഞില്ല? ഞാൻ കരുതിയത് അതെൻ്റെ തോന്നലായിരിക്കുമെന്നാണ്. പക്ഷേ രാത്രിയിൽ ശബ്ദം വന്നപ്പോൾ ആരോ എൻ്റെ ചെവിയുടെ അടുത്തേക്ക് വന്ന് ശ്വാസം എടുത്തതുപോലെ എനിക്ക് തോന്നി. പൂജയുടെ വായിൽ നിന്നും കേട്ട ഈ കാര്യം അവനെ ശരിക്കും പേടിപ്പെടുത്തിയിരുന്നു. എന്നിരുന്നാലും വീണ്ടും അവൻ ഈ കാര്യങ്ങൾ വിശ്വസിച്ചിരുന്നില്ല, അഥവാ വിശ്വസിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല. അവൻ ചിന്തിച്ചത് ഇതൊക്കെ യാദൃശികമായ കാര്യങ്ങളാണെന്നാണ്. കാരണം തങ്ങൾ വാങ്ങിയ വീട് വളരെ കാലമായി അടച്ചിട്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് വീട്ടിൽ ധാരാളം എലികളും കീടങ്ങളും ഉണ്ട്. ഇതുകൊണ്ടെല്ലാം തങ്ങളുടെ വെറും തോന്നലാകാമെന്ന് അവൻ വെറുതെ സമാധാനിച്ചു. അവൻ അതൊക്കെ പറഞ്ഞ് ഭാര്യയെയും സമാധാനിപ്പിച്ചു. അവളെ ശാന്തമാക്കാൻ ശ്രമിച്ചു. തങ്ങൾ വീട്ടിൽ വന്നിട്ട് ആദ്യത്തെ രാത്രി തന്നെ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായതുകൊണ്ട് മുന്നോട്ടുള്ള രാത്രികളെ പേടിക്കാതിരിക്കുവാൻ അവൻ തീരുമാനിച്ചു. തൻ്റെ ഭാര്യയ്ക്കും മകനും താൻ പേടിച്ചിട്ടുണ്ടെന്ന് തോന്നാതെ ഇരിക്കാൻ രാകേഷ് ബോധപൂർവം ശ്രമിച്ചു. അതുകൊണ്ട് അവൻ രാവിലെ എഴുന്നേറ്റ് സാധാരണമായി പെരുമാറി. തനിക്ക് ചെയ്യുവാനുള്ള ജോലികൾ ചെയ്ത് ഓഫീസിൽ പോയി. വഴിയരികിലെ കടയിൽ നിന്നും ചായ കുടിച്ചു. അവൻ ഓഫീസിൽ നിന്നും വീട്ടിൽ വന്ന സമയം എല്ലാം സാധാരണമായി തോന്നി. ആ രാത്രി ഒന്നും തന്നെ സംഭവിച്ചില്ല. പിന്നീടുള്ള പല മാസങ്ങളോളം എല്ലാം സാധാരണമായി നടന്നു. അവരാ വീടിനെ ആകപ്പാടെ മാറ്റിയിരുന്നു. അതിപ്പോൾ ഒരു കെട്ടിടം മാത്രമല്ലാതെ അവരുടെ വീടായി മാറിയിരുന്നു. പലയിടത്തും അവർ ഫർണിച്ചർ വെച്ചു, ചെടികൾ വെച്ചു, പൂജാമുറി വളരെ മനോഹരമാക്കി അലങ്കരിച്ചു. അവർ പതിയെ പതിയെ ആ വീട്ടിൽ സമാധാനമായി താമസിക്കാൻ തുടങ്ങി. അവരുടെ ജീവിതം വളരെ സുഗമമായി നടന്നു. അത് ആരവിൻ്റെ പെരുമാറ്റത്തിൽ ചില മാറ്റങ്ങൾ കാണുന്നത് വരെ മാത്രം. ആരവ് വളരെ ഊർജ്ജസ്വലനും സന്തോഷവാനായ കുട്ടിയുമായിരുന്നു. എന്നാൽ അടുത്ത ദിവസങ്ങളിൽ അവൻ അധികം സംസാരിക്കുന്നില്ലായിരുന്നു. അവൻ്റെ കളികൾ കുറഞ്ഞു വന്നിരുന്നു. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ TV ഓൺ ചെയ്യുന്ന കുട്ടിയായിരുന്നു. ഇപ്പോൾ അവൻ രാവിലെ എഴുന്നേറ്റ് ബെഡിൽ തന്നെ മിണ്ടാതെ ഇരിക്കും. സ്കൂളിൽ പോകാനും കൂട്ടുകാരോടൊത്ത് കളിക്കാനും വളരെയധികം സന്തോഷിച്ചിരുന്നവൻ ഇപ്പോൾ സ്കൂളിൽ പോകുവാൻ ഉന്മേഷമില്ലാതെയായി. അവൻ ഒട്ടും മിണ്ടാത്ത കുട്ടിയായി മാറിയിരിക്കുന്നു. രാത്രി ഉറങ്ങുന്നില്ലെന്ന് തോന്നിക്കും വിധം അവൻ്റെ കണ്ണുകൾക്ക് ചുറ്റും കറുപ്പ് വീഴാൻ തുടങ്ങിയിരിക്കുന്നു. ആരവിൻ്റെ കാര്യമോർത്ത് രാകേഷ് വളരെയധികം അസ്വസ്ഥനായിരുന്നു. അതുകൊണ്ടൊരു ദിവസം രാകേഷ് അവനോട് സ്നേഹത്തോടെ ചോദിച്ചു, മോനെ, നിന്റെ സ്കൂളിലെല്ലാം ഓക്കെയാണോ? അപ്പാ, ഞാൻ സ്കൂളിൽ പോയാൽ അങ്കിൾ ദേഷ്യപ്പെടും. ആരവ് രാകേഷിൻ്റെ നേർക്ക് നോക്കാതെ മറുപടി നൽകി. ഏതങ്കിൾ? ഇവിടെ നേരത്തെ തന്നെ താമസിക്കുന്ന അങ്കിൾ. ആരവ് പേടിക്കാതെ തന്നെ മറുപടി നൽകി. ഇത് കേട്ടപ്പോൾ അവൻ്റെ നട്ടലിലൂടെ തണുപ്പരിച്ചു കയറി. ആരവിൻ്റെ മറുപടി രാകേഷിനെ അസ്വസ്ഥനാക്കി.
വീടും സ്കൂളും പെട്ടെന്ന് മാറിയതുകൊണ്ടാവാം അവൻ ഇങ്ങനെയുള്ള ഓരോ തോന്നലുകൾ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞ് രാകേഷ് സ്വയം സമാധാനിച്ചു. പക്ഷെ അതേ വൈകുന്നേരം അവൻ മറ്റൊരു അസാധാരണമായ കാര്യം ശ്രദ്ധിച്ചു. ആരവ് ഹാളിലെ നിലത്തിരിക്കുകയായിരുന്നു. അവൻ വിരലുകൾ കൊണ്ട് എന്തോ വരയ്ക്കുന്നുണ്ടായിരുന്നു. രാകേഷ് അടുത്തെത്തിയപ്പോൾ അവൻ ചെറിയ ഓരോ വരകൾ വരയ്ക്കുകയായിരുന്നു, എന്തോ എണ്ണം എടുക്കുന്നത് പോലെ. നീ എന്താണ് ഈ ചെയ്യുന്നത്? രാകേഷ് ദേഷ്യത്തോടെയും കുറച്ച് പേടിയോടെയും അവനോട് ചോദിച്ചു. അവൻ പറഞ്ഞു, അങ്കിൾ പറഞ്ഞിട്ടുണ്ട് ദിവസവും പ്രാക്ടീസ് ചെയ്യണമെന്ന്. ആരവ് മറുപടി നൽകി. ഏത് പ്രാക്ടീസ്? ആളുകളെ ഓർമ്മിക്കാൻ വേണ്ടിയുള്ള പ്രാക്ടീസ്. അവൻ നിലത്തിൻ്റെ നേർക്ക് വരച്ച വരകളെ ചൂണ്ടി പറഞ്ഞു. ഇത് കേട്ട രാകേഷിൻ്റെ മനസ്സ് വളരെയധികം അസ്വസ്ഥമായി. ആ രാത്രി ആരവ് ഉറങ്ങിയ സമയം അവൻ നിലം വൃത്തിയാക്കിയപ്പോൾ ആ വരകളുടെ പാടുകൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു, നിലത്തിൻ്റെ ഉള്ളിലേക്ക് വരെ തുളച്ചു കയറിയതുപോലെ. ഈ കാര്യങ്ങളെല്ലാം വളരെ അസാധാരണമായിരുന്നു. പക്ഷെ ഇതെല്ലാം യാദർച്ഛികമാണെന്ന് അവൻ തന്നെ വീണ്ടും സമാധാനിപ്പിച്ചു. മുകളിലെ നില അവർ പതിയെ ഉപയോഗിക്കാൻ തുടങ്ങിയിരുന്നു. അവിടെ ഇപ്പോഴും ഒരു മുറിയുണ്ടായിരുന്നു. അതവർ ഒന്നിനും ഉപയോഗിക്കുന്നില്ലായിരുന്നു. ആദ്യം അവർ വിചാരിച്ചത് അതിനെ സ്റ്റോർ റൂം ആക്കാമെന്നാണ്. പക്ഷെ എന്തുകൊണ്ടോ ആ മുറിയുടെ വാതിൽ എപ്പോഴും അടഞ്ഞു കിടക്കുകയായിരുന്നു. പൂജ ഒരിക്കലും ആ മുറിയുടെ അടുത്തേക്ക് പോയിരുന്നില്ല. ഇനി എന്താണ് ആ മുറിയുടെ പൂട്ട് തുറക്കാത്തത്? ഒരു ദിവസം രാകേഷ് അവളോട് ചോദിച്ചു. അപ്പോൾ പൂജ അവനെ വിചിത്രമായി നോക്കി പറഞ്ഞു, ഞാൻ ആ മുറിക്ക് പൂട്ടിട്ടിട്ടില്ല. ഞാൻ വിചാരിച്ചു മുൻ ഉടമസ്ഥനായിരിക്കും പൂട്ടിട്ടതെന്ന്. അവർ രണ്ടുപേരും പരസ്പരം നോക്കി. പിന്നെ മുകളിൽ പോയി ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ആ മുറിക്ക് പ്രത്യേകിച്ച് പൂട്ടൊന്നും തന്നെ ഇല്ലായിരുന്നു. ഒരുപക്ഷെ വളരെ നാളായി ഉപയോഗശൂന്യമായി കിടക്കുന്നത് കൊണ്ട് അതിൽ തുരുമ്പ് പിടിച്ചിട്ടുണ്ടാവും. ഏറ്റവും വിചിത്രമായ കാര്യം എന്തെന്നാൽ ആ മുറിക്കുള്ളിൽ നിന്നും ചിലപ്പോൾ മാന്തി പൊളിക്കുന്ന ശബ്ദം കേൾക്കാമായിരുന്നു. ആരോ ഭിത്തിയിൽ കൂർത്ത നഖങ്ങൾ കൊണ്ട് മാന്തുന്ന പോലെ. ഉള്ളിൽ എലിയൊക്കെ കാണും. എത്ര കാലമായി അടഞ്ഞു കിടക്കുന്ന വീടായിരുന്നു. അവരാണെങ്കിൽ അവിടെ മൊത്തം പൊരുത്തപ്പെട്ട് വരികയായിരുന്നു. അതുകൊണ്ട് അവർക്ക് ആ മുറി തുറക്കേണ്ട ആവശ്യം ഒരിക്കലും വന്നിട്ടില്ല. സ്വയം ആശ്വസിക്കുന്നുണ്ടെങ്കിലും അവരുടെ ഉള്ളിൽ പേടിയുണ്ടായിരുന്നു. അല്ലെങ്കിൽ ആ മുറിയുടെ പുറകിൽ എന്താണെന്ന് നോക്കാൻ അവർ ആഗ്രഹിച്ചിരുന്നില്ല. ആ വീട്ടിൽ ഏറ്റവും ശാന്തമായ സ്ഥലം എന്നവർക്ക് ആദ്യം തോന്നിയിരുന്നത് പൂജാമുറിയായിരുന്നു. പക്ഷെ ഇപ്പോൾ ആ പൂജാമുറി അവർക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സ്ഥലമായി മാറി തുടങ്ങിയിരിക്കുന്നു. രാകേഷിൻ്റെ ഭാര്യ പൂജാമുറിയിൽ വിളക്ക് കത്തിക്കുമ്പോൾ വായു കനത്തതായി സ്തംഭിച്ചു പോയതുപോലെ തോന്നും. ഒരു ചലനവുമില്ലാതെ പോലെ ശ്വാസം മുട്ടിക്കുന്നത് പോലെ തോന്നും. പിന്നെ 1-2 മിനിറ്റ് കഴിഞ്ഞ് ആ വിളക്ക് വേഗത്തിൽ ഇളകാൻ തുടങ്ങും. ആരോ വിളക്കിന് മുകളിൽ ശ്വാസം എടുക്കുന്നത് പോലെ. ഒരു വൈകുന്നേരം രാകേഷ് താഴെ ഹാളിലിരുന്ന് TV കാണുകയായിരുന്നു. ആ സമയം പൂജ വിളക്ക് കൊളുത്താൻ പൂജാമുറിയിലേക്ക് പോയി. പിന്നീട് അവൻ കേൾക്കുന്നത് ഉച്ചത്തിലുള്ള പൂജയുടെ അലർച്ചയായിരുന്നു. അവളുടെ മുഖം മുഴുവനും പേടിച്ച് വിളറി വെളുത്തുപോയിരിക്കുന്നു. എന്താ പറ്റിയത് പൂജ? ഇത് കണ്ടിട്ട് അവൻ തൻ്റെ ഭാര്യയോട് ചോദിച്ചു. രാകേഷ്, ഈ ഫോട്ടോ നോക്കൂ. അപ്പോഴായിരുന്നു അവനത് ശ്രദ്ധിച്ചത്. ഭഗവാന്റെ ചിത്രം തലകീഴായി കിടക്കുന്നു. അതിനുശേഷം തൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടത് അവന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ആ ചിത്രത്തിൻ്റെ തൊട്ടു താഴെ സിന്ദൂരം കൊണ്ട് എന്തോ എഴുതിയിരിക്കുന്നു. അവനത് ശ്രദ്ധിച്ചു വായിച്ചു. എണ്ണുക എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. അവനൊന്നും മനസ്സിലായില്ല. അവൻ പൂജയുടെ നേർക്ക് നോക്കി. സത്യം രാകേഷ്, ഞാൻ എഴുതിയിട്ടില്ല. ഞാൻ എന്തിനാണ് ഇങ്ങനെ എഴുതുന്നത്? പൂജ അവനോട് ഭയത്തോടെ പറഞ്ഞു. ഞാനും എഴുതിയിട്ടില്ല, അവനും പൂജയോട് പറഞ്ഞു. പേടി കൊണ്ടും ദേഷ്യം കൊണ്ടും എല്ലാത്തിൻ്റെയും നിരാശയിൽ അവൻ നേരെ ആരവിൻ്റെ അടുത്തേക്ക് പോയി. രാകേഷ് ആരത്തെ കൊണ്ടുവന്നു. മോനെ, നീയാണോ ഇത് എഴുതിയത്? അവൻ ആരത്തോട് ചോദിച്ചു. അതിനുശേഷം ആരം പറഞ്ഞത് കേട്ടപ്പോൾ രാകേഷിൻ്റെ കാൽ ചുവട്ടിലെ മണ്ണൊലിച്ചു പോകുന്നത് പോലെ തോന്നി. അപ്പാ, ഞാനല്ല, അങ്കിളാണ് എഴുതിയത്, ആരവ് പറഞ്ഞു. ഒരു ചെറിയ കുട്ടി ഇത്രയും ആത്മവിശ്വാസത്തോടെ ഏത് അങ്കിളിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്? രാകേഷിൻ്റെ ഉള്ളിൽ അവസാനം ചില സംശയങ്ങൾ തോന്നി തുടങ്ങി. ഒരുപക്ഷെ വാസ്തവത്തിൽ ഇത് പ്രേതബാധയുള്ള വീടായിരിക്കും. തങ്ങളറിയാതെ ഈ വീട്ടിൽ ആരോ താമസിക്കുന്നുണ്ടാവും. സയൻസിനും അപ്പുറമുള്ള എന്തോ ഒന്ന്. താൻ തൻ്റെ ഈഗോയിലും സ്മാർട്ട്നെസ്സിലും പഠിപ്പിലും ഇത്രയധികം മുഴുകിയിരുന്നു. അതുകൊണ്ട് ഈ സിഗ്നലുകൾ ഇപ്പോഴും കാണാൻ കഴിഞ്ഞിരുന്നില്ല. അവൻ സ്വയം ചിന്തിച്ചു. പക്ഷെ ഇപ്പോൾ ഭഗവാന്റെ ഫോട്ടോ തലകീഴായി കിടക്കുന്നത്, കുങ്കുമം കൊണ്ട് എഴുതിയ വാക്ക്, ഇതൊന്നും സാധാരണമായി സംഭവിക്കാൻ പറ്റില്ല. വീട്ടിൽ തങ്ങൾ 3 പേർ മാത്രം താമസിക്കുമ്പോൾ എങ്ങനെ ആ തറ നനഞ്ഞു? എങ്ങനെ പാത്രം തനിയെ വീഴുന്നു? എങ്ങനെ ശബ്ദങ്ങൾ വരുന്നു? എലിക്ക് ഭിത്തി മാന്താൻ പറ്റുമോ? ഭിത്തിയിൽ മാന്തുന്ന ശബ്ദങ്ങൾ വരുന്നു. ഇതൊക്കെ എങ്ങനെ നടക്കുന്നു? അവൻ്റെ ഇത്ര നാളത്തെ മുഴുവൻ സമ്പാദ്യവും ഈ വീട് വാങ്ങുന്നതിനായി പോയിട്ടുണ്ടെങ്കിലും മറ്റെന്ത് സംഭവിച്ചാലും ഈ വീട് വിട്ട് നാളെ അവർ എവിടെ നിന്നും പോകുമെന്ന് ആ രാത്രി അവൻ തീരുമാനിച്ചു. ഒരുപക്ഷെ ഒരുപാട് റിസ്ക് എടുത്ത് വാങ്ങിയ വീടായതുകൊണ്ടായിരിക്കാം ഈ വീട്ടിൽ എന്തെങ്കിലും തെറ്റുണ്ടാകുമെന്ന് അവൻ്റെ മനസ്സ് സമ്മതിക്കാൻ തയ്യാറായിരുന്നില്ല. പക്ഷെ അവനത് സമ്മതിക്കാതെ തരമില്ലായിരുന്നു. കാരണം ഇന്ന് അവൻ കണ്ടത് സാധാരണമായി സംഭവിക്കാൻ ഒരിക്കലും സാധ്യമല്ലാത്ത കാര്യങ്ങളാണ്. നാളെ രാവിലെ ഞങ്ങൾ ഈ വീട് വിടും, അവൻ തൻ്റെ മനസ്സിൽ തീരുമാനിച്ചു കഴിഞ്ഞു. അവൻ ബെഡിൽ കിടന്ന് ഓരോ ചിന്തകളിൽ മുഴുകിയിരിക്കുകയായിരുന്നു. ആ സമയത്ത് അടുത്ത് കിടന്നിരുന്ന പൂജയുടെ വിങ്ങൽ ശബ്ദം അവൻ കേൾക്കുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ അവൾ കരയുന്നുണ്ടാകും. അവന് പൂജയെ നോക്കാൻ ധൈര്യമുണ്ടായിരുന്നില്ല. പൂജയ്ക്ക് അവനെ നോക്കാനും ധൈര്യം വന്നില്ല. രാകേഷ് നിരാശയിൽ തൻ്റെ ഫോൺ പുറത്തെടുത്തു. ഫോണിൽ ബ്രോക്കറുടെ നമ്പർ തിരയാൻ തുടങ്ങി. കാരണം ആ ബ്രോക്കറെ എങ്ങനെയെങ്കിലും തേടിപ്പിടിച്ച് ഈ വീട് വിൽപ്പന നടത്തണം. അവൻ മൊബൈലിൽ ബ്രോക്കറുടെ നമ്പർ തിരയുന്ന സമയം തന്നെ
മുകളിലത്തെ നിലയിൽ വലിയൊരു സാധനം വീണതുപോലെ ഒരു സ്ഫോടന ശബ്ദം കേട്ടു. അതിനോടൊപ്പം തന്നെ ആരവിൻ്റെ ഉച്ചത്തിലുള്ള നിലവിളിയും കേട്ടു. പെട്ടെന്നുള്ള പേടിയിൽ പൂജ രാകേഷിൻ്റെ കൈ ബലമായി പിടിച്ചു. നീ ശാന്തമായിരിക്കെ, ഞാനൊന്ന് നോക്കിയിട്ട് വരാം. അവൻ പൂജയുടെ നേർക്ക് നോക്കി കണ്ണുകൾ കൊണ്ട് പറഞ്ഞു. ശേഷം അവൻ മുകളിലേക്ക് ഓടി. അവിടെ അവൻ കണ്ട കാഴ്ച തീർത്തും അവനെ അമ്പരപ്പിച്ചു. എപ്പോഴും അടഞ്ഞു കിടന്നിരുന്ന ആ മുറി ഇപ്പോൾ അതാ തുറന്നു കിടക്കും. ഒരു നിമിഷം ഭയന്നു നിന്നെങ്കിലും അവൻ പതുക്കെ ആ മുറിക്കുള്ളിലേക്ക് നോക്കി. അതിൻ്റെ ഉള്ളിൽ ഫർണിച്ചറുകൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു. ആ റൂമിൻ്റെ ഭിത്തികളിൽ എണ്ണമില്ലാത്ത കൈപ്പാടുകൾ പതിഞ്ഞിരിക്കുന്നു. നടുവിലെ ഭിത്തിയിൽ എന്തോ എഴുതിയിരിക്കുന്നു. പക്ഷേ അതെന്താണെന്ന് വ്യക്തമായിരുന്നില്ല. അവിടെ നിന്നവൻ പുറകോട്ട് തിരിയുമ്പോൾ തന്നെ പിറകിൽ ആരോ നിൽക്കുന്നതായി കണ്ടു. ആ രൂപത്തിൻ്റെ മുഖം ഇരുട്ടിലായിരുന്നു. പക്ഷേ ശരീരം വളരെ വ്യക്തമായി കാണാൻ കഴിയുമായിരുന്നു. രാകേഷിൻ്റെ ശ്രദ്ധ ആ രൂപത്തിൻ്റെ കാലുകളിലേക്ക് പോയി. പക്ഷേ ക്ഷണനേരം കൊണ്ട് ആ രൂപം അവിടെ നിന്നും അപ്രത്യക്ഷമായി. ആ രാത്രി തന്നെ അവൻ ഒരു കാര്യം മനസ്സിലായിരുന്നു. അവർ ചിന്തിക്കുന്നതിനേക്കാൾ ഒരു ചൂട് മുന്നിലായിരുന്നു ആ വീടിനുള്ളിൽ സംഭവിക്കുന്ന കാര്യം. ആ മുറി അതാദ്യം അവർക്ക് വെറും ഒരു അടഞ്ഞ വാതിലായിരുന്നു. ഇപ്പോൾ അത് അതിൻ്റെ മുഴുവൻ യാഥാർത്ഥ്യവും കാണിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു. ആ റൂമിൻ്റെ ഭിത്തിയിലുള്ള കൈപ്പാടുകൾ അവന് സാധാരണമായി തോന്നിയില്ല. ആരോ ജീവനോടെ ഇരിക്കുമ്പോൾ ഭിത്തിയിൽ പിടിച്ച് സ്വയം രക്ഷിക്കാൻ ശ്രമിച്ചതുപോലെ അങ്ങനെയായിരുന്നു അവ കാണപ്പെട്ടത്. വിരലുകളുടെ പാടുകൾ ആഴമുള്ളതായിരുന്നു. ചില സ്ഥലങ്ങളിൽ ഭിത്തിയുടെ പ്ലാസ്റ്റർ പോലും പൊളിഞ്ഞിരിക്കുന്നു. ആ റൂമിൻ്റെ അവസ്ഥ ഭയാനകമായിരുന്നു. എന്താണ് ആ റൂമിനുള്ളിൽ സംഭവിച്ചതെന്ന് അവൻ അപ്പോഴും മനസ്സിലായിരുന്നില്ല. അവർ വളരെ പേടിച്ച ആരവിനെയും കൂട്ടി അപ്പോഴേക്കും താഴേക്ക് വന്നിരുന്നു. പൂജ, ഇന്ന് രാത്രി മാത്രം നമ്മളിവിടെ കഴിച്ചു കൂട്ടണം. നാളെ നമ്മൾ ഈ വീട് വിട്ടുപോകും. നമ്മുടെ ഈ സ്വപ്നം അത് ഇവിടം കൊണ്ട് അവസാനിക്കും. നീ പേടിക്കണ്ട, നീ ആരവിനെ നോക്കൂ. രാകേഷ് വളരെ വിഷമത്തോടെയും വളരെ താഴ്ന്ന ശബ്ദത്തിലും പൂജയോട് പറഞ്ഞു. എങ്ങനെയൊക്കെയോ അവർ നേരം വെളുപ്പിച്ചു. രാകേഷ് ബ്രോക്കറെ വിളിക്കുന്നുണ്ടെങ്കിലും അയാൾ ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. തുടർച്ചയായി അയാളെ ഫോണിൽ വിളിച്ചിട്ടും ഫോൺ എടുക്കാത്തതുകൊണ്ട് രാകേഷ് വളരെയധികം ദേഷ്യത്തിലായിരുന്നു. അവൻ ആരവിനെ നോക്കിയ സമയം രാകേഷ് എന്തെങ്കിലും അവനോട് ചോദിക്കുവാനോ പറയുവാനോ തുടങ്ങുന്നതിന് മുമ്പ് ആരവ് രാകേഷിനോടൊരു കാര്യം പറഞ്ഞു. അപ്പാ, അങ്കിൾ പറഞ്ഞു പോയിട്ടുണ്ട്, നമ്മൾ ഈ വീട് വിട്ടാൽ അദ്ദേഹം എന്നെ കൊല്ലുമെന്ന്. ആരത്തിൻ്റെ വാക്ക് കേട്ട് രാകേഷ് പേടിച്ച് ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റ് പോയി. ഒരു നിമിഷത്തെ ഞെട്ടലിന് ശേഷം അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ അവൻ്റെ പിറകിൽ പൂജ നിൽക്കുന്നുണ്ടായിരുന്നു. ആരവ് പറഞ്ഞത് കേട്ട് പൂജയും സ്തംഭിച്ച് നിൽക്കുകയായിരുന്നു. ആദ്യം രാകേഷ് വിചാരിച്ചത് ആരവ് നുണ പറയുകയായിരിക്കുമെന്നാണ്. പക്ഷെ എവിടെയോ അവൻ്റെ വാക്കുകളിൽ സത്യമുള്ളതായി രാകേഷിന് തോന്നി. ആരവ് മോനെ, വേറെന്തൊക്കെയാണ് അങ്കിൾ നിന്നോട് പറഞ്ഞത്? വേറെ ഒന്നുമില്ലാപ്പാ, ഇത്രമാത്രം അദ്ദേഹം പറഞ്ഞു, പോയാൽ കൊല്ലുമെന്ന്. രാകേഷ് തൻ്റെ ഫോൺ സൈഡിൽ വെച്ചു. വീട് വിട്ടുപോകാനുള്ള ചിന്ത അവൻ്റെ മനസ്സിൽ നിന്ന് മാറ്റി. അവന് മനസ്സിലായി, ഈ വീടല്ലെങ്കിൽ ഈ വീട്ടിൽ എന്താണോ ഉള്ളത് അത് അവരേക്കാൾ ഒരു ചുവട് മുന്നിലാണ് ചിന്തിക്കുന്നതെന്ന്. ആ ദിവസത്തിന് ശേഷം ആരവ് അവൻ എന്താണോ കാണുന്നത് ആ കാര്യം അവൻ നേരിട്ട് തൻ്റെ മാതാപിതാക്കളോട് ഒട്ടും വികാരമില്ലാത്ത രീതിയിൽ പറയുവാൻ തുടങ്ങി. എന്തോ ആ കാര്യങ്ങളെല്ലാം അവന് വളരെ സാധാരണമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പാ, അങ്കിൾ പറഞ്ഞു ഇന്ന് രാത്രി മുതൽ ഞാൻ മുകളിൽ ഉറങ്ങണമെന്ന്. ഒരു ദിവസം രാവിലെ രാകേഷ് ഓഫീസിൽ പോകാൻ റെഡിയാകുമ്പോഴായിരുന്നു ഈ കാര്യം ആരവ് അവനോടായി പറഞ്ഞത്. എന്ത്? ആരാണിത് പറഞ്ഞത്? രാകേഷ് ആരവിനെ നോക്കി ദേഷ്യത്തിൽ അലറി. കെയർ ടേക്കർ അങ്കിൾ. ആരം സീലിങ്ങിൻ്റെ നേർക്ക് നോക്കി പറഞ്ഞു. ഇതാദ്യമായിരുന്നു അവൻ അങ്കിളിന് വേണ്ടി ഒരു പേര് ഉപയോഗിച്ചത്. ഇങ്ങനെ തന്നെ നടന്നാൽ തനിക്ക് തൻ്റെ മകനെ നഷ്ടപ്പെടുമെന്ന് രാകേഷിന് തോന്നി തുടങ്ങി. അവൻ വിചാരിച്ചു, ആർക്കെങ്കിലും തങ്ങളെ സഹായിക്കുവാൻ കഴിയുമെന്ന്. ഈ വീടിനെ കുറിച്ച് എന്തെങ്കിലും അറിയാമോ? വൈകുന്നേരം അവൻ അടുത്തുള്ള ഒരു വൃദ്ധനോട് ചോദിച്ചു. ആദ്യം അദ്ദേഹം ആ ചോദ്യം ഒഴിവാക്കാൻ നോക്കി. പക്ഷേ യഥാർത്ഥത്തിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖഭാവം മാറിയിരുന്നു. നിങ്ങൾ അവിടെയാണ് താമസിക്കുന്നത്? ആ വൃദ്ധൻ വളരെ താഴ്ന്ന സ്വരത്തിൽ അവനോട് ചോദിച്ചു. അതെ അങ്കിൾ, ഞങ്ങൾ അവിടെയാണ് താമസിക്കുന്നത്. ഞങ്ങളവിടെ കുടുങ്ങിപ്പോയി അങ്കിൾ. കണ്ണുകൾ താഴേക്ക് താഴ്ത്തി വളരെ പതുക്കെ അവൻ വൃദ്ധനോട് മറുപടി നൽകി. വൃദ്ധൻ്റെ ഭാവം കണ്ടിട്ടൊരു പക്ഷേ അദ്ദേഹത്തിന് അവരെ സഹായിക്കാൻ പറ്റുമെന്ന് അവൻ ചിന്തിച്ചു. അതിനുശേഷം വൃദ്ധൻ ആ വീടിൻ്റെ കഥ പറയുവാൻ തുടങ്ങി. വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തെമ്പാടും കൊറോണ എന്ന മഹാവ്യാധി പടർന്നപ്പോൾ ഈ നഗരത്തിലത് വലിയ നാശം വിതച്ചിരുന്നു. ആ സമയത്തൊരു ക്വാറന്റൈൻ ഹൗസ് പോലെ നിർമ്മിച്ചതായിരുന്നു ആ വീട്. ഈ നഗരം രക്ഷപ്പെടാൻ വേണ്ടി അസുഖമുള്ള ആളുകളെ അവിടെ തന്നെ അടച്ചിടുക എന്ന തീരുമാനമായിരുന്നു സർക്കാരിൻ്റേത്. പക്ഷെ അവിടെ ഒരു മനുഷ്യൻ താമസിച്ചിരുന്നു, ഒരു കെയർ ടേക്കർ. അയാൾ രാത്രി മുഴുവനും വീടിൻ്റെ ഉള്ളിൽ ചുറ്റി നടക്കുമായിരുന്നു. അവിടെയുള്ള ആളുകളുടെ എണ്ണം നോക്കുമായിരുന്നു. വാതിലുകൾ അടച്ചിടുമായിരുന്നു. ആളുകൾ അലറിക്കരയുമ്പോൾ പുറത്തു പോകാൻ യാചിക്കുമ്പോൾ അവൻ അവരോട് ശാന്തമായിരിക്കാൻ പറയുമായിരുന്നു. അദ്ദേഹം അവരെ ആശ്വസിപ്പിച്ചിരുന്നു. അവൻ്റെ സ്വന്തം കുടുംബത്തെയും അസുഖം ബാധിച്ചപ്പോൾ അവൻ അവരെയും അവിടെ അടച്ചിട്ടു. ആ ദിവസത്തിന് ശേഷം ആരും തന്നെ അവൻ പുറത്തേക്ക് വരുന്നത് കണ്ടിട്ടില്ല. ആ കഥ കേട്ട് രാകേഷിൻ്റെ രോമം എഴുന്നേറ്റ് പോയി. അവൻ്റെ ഹൃദയം വളരെ വേഗത്തിൽ ഉയർന്നിരുന്നു. ആ സമയം അവന് ഉറപ്പായിരുന്നു, അവൻ താമസിക്കുന്ന വീട്ടിൽ എന്തോ സംഭവങ്ങൾ നടക്കുന്നുണ്ടെന്ന്. ഒരുപക്ഷെ ഒരു ആത്മാവിൻ്റെ സാന്നിധ്യം, അല്ലെങ്കിൽ ആത്മാക്കളുടെ സാന്നിധ്യം. എന്ത് സംഭവിച്ചാലും ആരവിനെ ഒറ്റയ്ക്ക് വിടില്ലെന്ന് അവൻ തീരുമാനിച്ചു. രാകേഷ് ആരവിൻ്റെ മുറിയുടെ പുറത്ത് തന്നെയായിരുന്നു. രാത്രി ഏകദേശം 3 മണിയായി കാണണം.
അവിടുത്തെ വായു പെട്ടെന്ന് തണുത്തുറഞ്ഞതുപോലെയായി. പിന്നെ പെട്ടെന്ന് ആരവിൻ്റെ മുറിക്കുള്ളിൽ നിന്നും ചില ശബ്ദങ്ങൾ വരുന്നതായി അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. മുറിക്കുള്ളിൽ ആരോ നടക്കുന്നത് പോലെ. രാകേഷ് ആരവിൻ്റെ മുറിയുടെ വാതിൽ തുറന്നു. ആരവ് ബെഡിൽ നിൽക്കുന്ന കാഴ്ചയായിരുന്നു അവൻ കണ്ടത്. ആരവ് അവൻ്റെ മുന്നിൽ ആരെയോ നോക്കുന്നത് പോലെ തോന്നി. ആരവ് മോനെ, അവിടെ എന്താ? ഈ റൂമിലുണ്ടോ അത്? അങ്കിൾ ഉണ്ടോ ഇവിടെ? രാകേഷ് ആരവിനോട് പേടിയോട് ചോദിച്ചു. ആരവ് വാതിലിൻ്റെ നേർക്ക് കൈ ചൂണ്ടുന്നു. രാകേഷ് പുറകിലേക്ക് നോക്കി. പക്ഷെ അവൻ ആരെയും കാണാൻ കഴിഞ്ഞില്ല. മോനെ, അത് നിന്നോട് എന്തെങ്കിലും പറയുന്നുണ്ടോ? അവൻ ആരവിനോട് ചോദിച്ചു. അതെ അപ്പ, പറയുന്നുണ്ട്. ഇനി തെറ്റുണ്ടാക്കരുത് എന്നാണ് പറയുന്നത്. ആരവിൻ്റെ വാക്ക് കേട്ട് രാകേഷ് നിശ്ചലനായി പോയി. അപ്പ നോക്കൂ, അങ്കിൾ ദേഷ്യപ്പെടുന്നുണ്ട്. രാകേഷ് അവൻ എന്തെങ്കിലും പറയാൻ തുടങ്ങുന്നതിൻ്റെ മുമ്പ് തന്നെ ആരവ് അവനോട് പറഞ്ഞു. അവൻ നേരെ ചെന്ന് ആരവിനെ തൻ്റെ കൈകളിലെടുത്ത് ബെഡിലിരുന്നു. അവൻ കട്ടിലേക്ക് ഇരുന്ന 2 നിമിഷം കഴിഞ്ഞതും അടുക്കളയിൽ വലിയ പാത്രങ്ങൾ വീഴുന്ന ശബ്ദം കേട്ടു. ആ വീട്ടിലുള്ള എന്തോ ഒന്ന്, അല്ലെങ്കിൽ ആരവ് പറയുന്ന അങ്കിൾ അയാളുടെ ദേഷ്യം തീർക്കുന്നതായിരുന്നു അത്. എങ്ങനെയോ ആ രാത്രി അവർ കഴിച്ചുകൂട്ടി. ആ രാത്രി അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും നീണ്ട രാത്രിയായി തോന്നി അവന്. നമ്മൾ എത്ര നാൾ ഇതൊക്കെ സഹിക്കും? നമുക്ക് ആരുടെയെങ്കിലും സഹായം തേടണം. രാവിലെ ഉറക്കമുണർന്ന ശേഷം പൂജ രാകേഷിനോട് പറഞ്ഞു. പിന്നീട് പൂജ അവളുടെ അമ്മയെ വിളിച്ചു. അവരോട് സഹായം ചോദിച്ചു. അവളുടെ അമ്മ ഒരു പൂജാരിയെക്കുറിച്ച് അവരോട് പറഞ്ഞു. ശേഷം പൂജാരിയോട് ചെന്ന കാര്യങ്ങളെല്ലാം സംസാരിച്ചു. 3-4 ദിവസത്തിന് ശേഷം പൂജാരി ആ വീട്ടിലേക്ക് വന്നു. അദ്ദേഹം വീടിൻ്റെ ഉള്ളിലേക്ക് കയറാൻ തുടങ്ങുമ്പോൾ തന്നെ പെട്ടെന്ന് നിന്നു. മറ്റൊന്നും നോക്കാതെ അദ്ദേഹം ആ കോണിപ്പടികളിലേക്ക് തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അതിനുശേഷം പതിയെ അകത്തേക്ക് ചുവടുവെച്ച് കോണിപ്പടിയുടെ അടുത്ത് പോയി നിന്നു. ആ സമയം പൂജാരിയുടെ മുഖം മാറുന്നതായി അവർ ശ്രദ്ധിച്ചു. ഈ വീട്ടിൽ പൂജ ഭഗവാന് വേണ്ടി മാത്രം ചെയ്താൽ പോരാ. ഈ വീട്ടിൽ വേറെ ആരെയോ കൂടി ശാന്തമാക്കണം. പൂജാരി രാകേഷിനോടും പൂജയോടായി പറഞ്ഞു. അദ്ദേഹം തൻ്റെ പൂജാകർമ്മങ്ങൾ ആരംഭിച്ചു. മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ടേയിരുന്നു. വിളക്കുകൾ കത്തുന്നുണ്ടായിരുന്നു. പക്ഷെ പൂജാകർമ്മങ്ങൾ മുന്നോട്ട് പോകാൻ തുടങ്ങിയപ്പോൾ വായു ഭാരമുള്ളതായി മാറി. ആരവ് പെട്ടെന്ന് ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. അങ്കിളിനോട് പോകാൻ പറയരുത്, അദ്ദേഹം ദേഷ്യപ്പെടും. ആരവ് ഉച്ചത്തിൽ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ പൂജാരി പൂജ അവിടെ വെച്ച് അവസാനിപ്പിച്ചു. ഈ കുട്ടി ആരെയാണോ കാണുന്നത്, അയാൾ ഇപ്പോൾ ഇവനെ വിടാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം ആരവിനെ നോക്കി പതുക്കെ പറഞ്ഞു. പൂജാരി പൂജ അപൂർണമാക്കി പോകുമ്പോൾ ഒരു കാര്യം മാത്രം അവരോട് പറഞ്ഞു. ഈ വീട് ആ കുട്ടിയെ ഇവിടെ ബന്ധിതനാക്കാനാണ് ആഗ്രഹിക്കുന്നത്, മോചിപ്പിക്കാനല്ല. ഒരുപക്ഷെ ഈ വീട് ആഗ്രഹിക്കുന്ന കുട്ടിയെ രക്ഷപ്പെടുത്തുക എന്നതുപോലും അസാധ്യമായി തീരും. ഇത് പറഞ്ഞ് പൂജാരി അവിടെ നിന്നും പോയി. പക്ഷെ അവർ തളർന്നില്ല, തോൽവി സമ്മതിച്ചില്ല. അവരുടെ പരിശ്രമം വീണ്ടും തുടർന്നു. അവരോട് വേറൊരാൾ മറ്റൊരു പൂജാരിയെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു. അവരാ പൂജാരിയെ സമീപിച്ചു. അവരുടെ പരിശ്രമങ്ങളുടെ അവസാനം പൂജാരി അവരുടെ വീട്ടിലേക്ക് വരാൻ സമ്മതിച്ചു. പൂജാരി വീട്ടിൽ വരുന്ന ആ വാർത്ത കേട്ടപ്പോൾ അവർ വളരെയധികം സന്തോഷിച്ചു. തങ്ങൾ രക്ഷപ്പെടുമെന്നൊരു പ്രതീക്ഷ അവരിൽ മുട്ടിട്ടു. പൂജാരി ഡൽഹിയിൽ നിന്ന് ഭോപ്പാലിലേക്ക് വന്നു. പൂജാരി അവരുടെ വീട്ടിലേക്ക് വന്നിട്ട് ഒന്നും തന്നെ മിണ്ടിയില്ല. അദ്ദേഹത്തിൻ്റെ മുഖം മാസ്ക് പോലൊരു തുണി കൊണ്ട് മറച്ചിരുന്നു. ഒരുപക്ഷെ അദ്ദേഹം ഉള്ളിൽ എന്തോ മന്ത്രങ്ങൾ ചൊല്ലുന്നുണ്ടാകാം. അദ്ദേഹം നേരെ പടികളുടെ നേർക്ക് ചെന്നിട്ട് ആ പടികളിൽ ചവിട്ടി മുകളിലേക്ക് കയറിപ്പോയി. പൂജാരിയോടൊപ്പം വന്ന ആളുകൾ അവരോട് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു പൂജാരിയുടെ അടുത്തേക്ക് പോകരുതെന്ന്. ഏകദേശം 15-20 മിനിറ്റിന് ശേഷം പൂജാരി താഴേക്ക് വന്നു. അദ്ദേഹം മുഖത്ത് നിന്നും മാസ്ക് മാറ്റി. കഴിയുമെങ്കിൽ ഈ വീട് വിടുക മക്കളെ. ആരെ വേണമെങ്കിലും വിളിച്ചോ. ഈ സ്ഥലത്ത് നിന്ന് നിങ്ങൾ ആ ശക്തിയെ മാറ്റാൻ പറ്റില്ല. ഈ വീട് നിങ്ങളുടേതല്ല, ഇത് അവരുടേതാണ്. ഇത് നിങ്ങളുടെ സ്ഥലത്ത് വന്നതല്ല, നിങ്ങൾ ഇവരുടെ സ്ഥലത്തേക്ക് വന്നതാണ്. നിങ്ങൾ ഇവിടെ നിന്നും പോകുക മക്കളെ, അല്ലെങ്കിൽ നിങ്ങളെ അത് ബാക്കി വയ്ക്കില്ല. ഞാൻ നിങ്ങൾക്ക് 1-2 കാര്യങ്ങൾ തരാം, അത് നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടും. പക്ഷെ ഇതൊന്നും ഈ പ്രശ്നത്തിൻ്റെ പരിഹാരമല്ല. ഇദ്ദേഹം ഇതും പറഞ്ഞ് ഗംഗാജലവും എന്തോ ഒരു കടലാസിലെഴുതിയ മന്ത്രവും അവർക്ക് നൽകി അവിടെ നിന്നും മടങ്ങി. ഈ വീട്ടിൽ നിന്നും എന്നേക്കുമായി ഇറങ്ങുക മാത്രമാണ് ഒരേ ഒരു വഴിയെന്നാണ് പൂജാരി പറഞ്ഞത്. പക്ഷെ വീട് വിട്ടു പോകുന്നതിനെ കുറിച്ച് അവർക്ക് ചിന്തിക്കുമ്പോൾ തന്നെ എന്താണോ ആ വീട്ടിലുള്ളത് അത് ആരവിനെ ഉപദ്രവിക്കാൻ തുടങ്ങും. ഒരു തരത്തിൽ അവർ ആ വീട്ടിൽ നിൽക്കാൻ നിർബന്ധിതരാകുന്നു, അല്ലെങ്കിൽ അവിടെയുള്ള ശക്തി എന്താണോ അത് അവരെ അവിടെ തളച്ചിടുന്നു. രാകേഷ് തോൽവി സമ്മതിക്കാൻ തയ്യാറായിരുന്നില്ല. എന്ത് സംഭവിച്ചാലും അവനും അവൻ്റെ കുടുംബവും സുരക്ഷിതമായി ആ വീട്ടിൽ നിന്നും ഇറങ്ങുമെന്ന് അവൻ മനസ്സിലുറപ്പിച്ചു. ഒരുപക്ഷെ വീടിൻ്റെ ഉടമസ്ഥനോട് സംസാരിച്ചാൽ ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണുമെന്ന് അവൻ ചിന്തിച്ചു. തുടർന്ന് ഒരുപാട് പ്രാവശ്യം അയാളെ ഫോൺ വഴി ബന്ധപ്പെടാൻ ശ്രമിച്ചു. അദ്ദേഹം ഇന്ത്യ വിട്ടു കഴിഞ്ഞു. ഒരുപക്ഷെ അദ്ദേഹം ഇത് നിങ്ങളോട് മുന്നേ പറഞ്ഞു കാണുമല്ലോ. ബ്രോക്കർ മറുപടി നൽകി. അതെ, പറഞ്ഞതായിരുന്നു. പക്ഷേ എനിക്ക് അദ്ദേഹത്തോട് സംസാരിക്കണം, വളരെ അത്യാവശ്യമാണ്. രാകേഷിൻ്റെ ശബ്ദം ഉറച്ചതായിരുന്നു. സർ, അദ്ദേഹം വളരെ കാലം മുമ്പ് തന്നെ ഇന്ത്യ വിട്ട് കാനഡയിലേക്ക് കുടുംബത്തോടൊപ്പം താമസം മാറിയിരിക്കുന്നു. ഞാൻ വീട് വിൽക്കാനുള്ള വെറും ഇടനിലക്കാരൻ മാത്രമാണ്. നിങ്ങൾക്കറിയാമായിരുന്നു വീടിൻ്റെ മുൻകാല ചരിത്രം. ബ്രോക്കർ പറഞ്ഞു നിർത്തി. രാകേഷ് അറിഞ്ഞ കാര്യങ്ങളെല്ലാം അയാളോട് പറഞ്ഞു. ബ്രോക്കർ കുറച്ചു നേരം മിണ്ടാതിരുന്നു. പിന്നെ പറഞ്ഞു, സാർ, എല്ലാ വീടുകളുടെയും കാര്യമൊന്നും എനിക്കറിയില്ല. ആ വീടിൻ്റെ ഉടമസ്ഥൻ എന്നോട് ആ വീട് വിറ്റുകൊടുക്കുമോ എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ആ ജോലി ഭംഗിയായി ചെയ്തു. അല്ലാതെ വേറെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല.
അയാളുടെ ഈ മറുപടിക്ക് രാകേഷ് മൗനം പാലിച്ച് തിരിച്ചൊന്നും തന്നെ പറയാതെ അവൻ കോള് കട്ട് ചെയ്തു. ഇതിലേറ്റവും വിഷമിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ആ വീടിൻ്റെ കാര്യങ്ങളെല്ലാം അവർ അതേ വീടിൻ്റെ ഉള്ളിലിരുന്ന് സംസാരിക്കുക എന്നതായിരുന്നു. അതേ വീട് അവരുടെ എല്ലാ കാര്യങ്ങളും എല്ലാ പ്രവൃത്തികളും അറിയുന്നുണ്ടായിരുന്നു. അവരേക്കാൾ 2 ചുവട് മുന്നിലായിരുന്നു ആ വീട് അതിൻ്റെ പദ്ധതി നടപ്പാക്കിയിരുന്നത്. തങ്ങളൊരു ഊരാക്കുടുക്കിൽ അകപ്പെട്ടതുപോലെ രാകേഷിന് തോന്നി. 2-3 ദിവസത്തിന് ശേഷം രാകേഷ് രാത്രി ആരവിൻ്റെ വാഷ്റൂമിലേക്ക് പോയി. വാഷ്റൂമിലെ കണ്ണാടിക്ക് മുകളിൽ ഒന്നെന്ന് എഴുതിയിരിക്കുന്നത് രാകേഷ് കണ്ടു. അത് കണ്ടപ്പോൾ അവന് സമയം വളരെ കുറവാണെന്ന് മനസ്സിലായി. ഇതൊരു മുന്നറിയിപ്പല്ല, പക്ഷെ എണ്ണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വീട് പുറകോട്ട് മാറില്ല. എന്ത് ചെയ്യണമെന്ന് അവന് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. പക്ഷെ എന്ത് സംഭവിച്ചാലും തോൽവി സമ്മതിക്കില്ല എന്നവൻ മനസ്സിലുറപ്പിച്ചു. അവൻ ആരവിൻ്റെ അടുത്തേക്ക് പോയി. ആ സമയം ആരവ് ലിവിംഗ് റൂമിൻ്റെ നിലത്തിരിക്കുകയായിരുന്നു. അവൻ എന്തോ വരയ്ക്കുകയായിരുന്നു. രാകേഷ് അവൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ കണ്ടത് അവനൊരു പടിക്കെട്ടിൻ്റെ ചിത്രം വരയ്ക്കുന്നതായിരുന്നു. ആ പടിക്കെട്ടിന് മുകളിൽ അവൻ എന്തോ ഒന്ന് വടി പോലെ വരയ്ക്കുന്നത് പോലെ രാകേഷ് ശ്രദ്ധിച്ചു. മോനെ എന്താ ഇത്? രാകേഷ് ആരവിനോട് ചോദിച്ചു. അപ്പാ, ഇവർ ആളുകളാണ്. ആരവ് മറുപടി നൽകി. ഏതാളുകളാണിവർ? രാകേഷ് പിന്നെയും ആരവിനോട് ചോദിച്ചു. അപ്പാ, ഇവരാദ്യമുള്ളവരാണ്. ആദ്യം ആരാണ്? ഏതാദ്യമുള്ളവർ? രാകേഷിൻ്റെ ശബ്ദം വിറയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പാ, ഇവിടെ താമസിച്ചു പോയവർ. ഇത് കേട്ടതും രാകേഷ് അവൻ്റെ കയ്യിൽ നിന്നും പെൻസിൽ പിടിച്ചു വാങ്ങി എറിഞ്ഞു. അവൻ്റെ കൈകൾ വിറയ്ക്കാൻ തുടങ്ങി. രാകേഷ് ആരവിനെ എടുത്ത് ബെഡ്റൂമിലേക്ക് കൊണ്ടുപോയി. ആരവിന് വളരെയധികം ഉറക്കക്ഷീണമുള്ളതായി രാകേഷിന് മനസ്സിലായി. പക്ഷെ അവൻ ഉറങ്ങിയില്ല. അവൻ്റെ കണ്ണുകൾ പതിയെ അടയുന്നു. പക്ഷെ 1-2 മിനിറ്റിന് ശേഷം വീണ്ടും കണ്ണുകൾ തുറക്കുന്നു. കണ്ണുകൾ തുറന്നവൻ സീലിങ്ങിലേക്ക് നോക്കി കിടക്കുന്നുണ്ടായിരുന്നു. സീലിങ്ങിനെ നോക്കി പതുക്കെ 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 അവൻ എന്തോ പിറുപിറുക്കാനും തുടങ്ങി. ആദ്യം രാകേഷ് ഒത്തിരി പേടിച്ചു. പക്ഷെ ഞാൻ ശ്രദ്ധിച്ചു കേട്ടപ്പോൾ മനസ്സിലായി ആരവ് 1, 2, 3 എന്നിങ്ങനെ എണ്ണുകയായിരുന്നു എന്ന്. രാകേഷ് ആരവിനെ തടയാൻ ശ്രമിച്ചു. അപ്പാ, ഞാൻ എണ്ണുന്നത് നിർത്തിയാൽ അവർ വരും, എന്നെ കൊല്ലും, എൻ്റെ മുടി വലിക്കും. അതുകൊണ്ട് എണ്ണാൻ അനുവദിക്കൂ. ഇത് കേട്ട് രാകേഷിന് കരച്ചിൽ വന്നു. പൂജയുടെയും അവസ്ഥ ഇപ്പോൾ മോശമായിരിക്കുന്നു. അവൾ പലതവണ പൂജാമുറിയിൽ പോകുന്നു, വിളക്ക് കത്തിക്കുന്നു, പിന്നെ കരഞ്ഞുകൊണ്ട് തിരികെ വരുന്നു. അവൾ കണ്ണുകൾ അടയ്ക്കുമ്പോൾ ആളുകൾ വാതിലിൻ്റെ പുറത്ത് തട്ടുന്ന ശബ്ദം കേൾക്കുന്നു. അതവൾ രാകേഷിനോട് പറഞ്ഞു. അടുത്ത രാത്രി കൃത്യം 3:17 AM വീടിൻ്റെ അന്തരീക്ഷത്തിൽ അസാധാരണമായി തണുപ്പ് നിറഞ്ഞു. ഫാനിൻ്റെ വേഗത കുറഞ്ഞു. ലൈറ്റുകൾ മങ്ങിയതായി കാണപ്പെട്ടു. പിന്നെയും ആ ഭയപ്പെടുത്തുന്ന ശബ്ദം കേട്ടു. അവൻ പടികളുടെ അടുത്തേക്ക് തന്നെ നിൽക്കുകയായിരുന്നു. തനിക്ക് തൊട്ടടുത്തായി ആ ശബ്ദം വരുന്നതായി അവന് തോന്നി. ആ ശബ്ദം പതുക്കെ പതുക്കെ ആരവിൻ്റെ മുറിയുടെ അടുത്തേക്ക് സഞ്ചരിച്ചു. രാകേഷ് കുറച്ചു നേരം നിശ്ചലനായിപ്പോയി. പക്ഷെ ഉടൻ തന്നെ അവൻ ബോധത്തിലേക്ക് തിരിച്ചു വന്ന ശേഷം ആ ശബ്ദത്തിൻ്റെ പുറകിൽ ആരവിൻ്റെ മുറിയുടെ അടുത്തേക്ക് പോയി. ആരവിൻ്റെ ബെഡ്റൂമിൻ്റെ വാതിൽ രാകേഷ് തുറന്നു. ആരവ് ബെഡിൽ ഇരിക്കുന്നതായിരുന്നു രാകേഷ് വീണ്ടും കണ്ടത്. ഈ സമയം ആരവിൻ്റെ മുഖം വളരെ ശാന്തമായി കാണപ്പെട്ടു. അവനെല്ലാം അറിയാം എന്താണ് നടക്കുന്നതെന്ന്. പതുക്കെ പതുക്കെ അവൻ 1, 2, 3 എന്നിങ്ങനെ എണ്ണാൻ തുടങ്ങിയിരിക്കുന്നു. രാകേഷ് ആരവിനെ തടയാൻ ശ്രമിച്ചു. എന്താ ഈ പറയുന്ന മോനെ? മിണ്ടാതിരിക്കേ. അപ്പാ, എണ്ണുമ്പോൾ വരരുത്, അങ്കിൾ ദേഷ്യപ്പെടും, ആരവ് പറഞ്ഞു. രാത്രി മുഴുവനും അവൻ അങ്ങനെ പെരുവറുത്തുകൊണ്ടേയിരുന്നു. രാവിലെ എഴുന്നേറ്റപ്പോൾ അവൻ വളരെ ശാന്തനായിരുന്നു. രാത്രി ഒന്നും നടന്നിട്ടില്ലാത്ത പോലെ അവൻ പിന്നെ ഭക്ഷണം കഴിച്ചു. സ്കൂൾ ബാഗ് തനിയെ എടുത്തു. ശേഷം പൂജയുടെ കാലിൽ തൊട്ട് പറഞ്ഞു, അമ്മ, ഞാൻ തിരികെ വന്നില്ലെങ്കിൽ കരയരുത്. ഇത് കേട്ടതും പൂജ അവിടെ ഇരുന്ന് ഉച്ചത്തിൽ കരഞ്ഞു. മോനെ, അങ്ങനെ പറയരുത്. നമ്മളിവിടെ താമസിക്കില്ല, നമ്മളിവിടെ നിന്നും പോകും, അവൾ തൻ്റെ മകനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. അതിനുശേഷം അവൻ സ്കൂളിൽ പോയി. പക്ഷെ രാകേഷ് ഓഫീസിൽ പോയതേയില്ല. അവൻ വെറുതെ വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു, ഒരു വലിയ സംഭവത്തിന് കാത്തു നിൽക്കുന്ന പോലെ. പിന്നെ സ്കൂൾ വിട്ട് ആരവ് വീട്ടിലേക്ക് വന്നപ്പോൾ അവർക്ക് ഇരുവർക്കും വളരെ സന്തോഷമായി. വൈകുന്നേരം അവൻ രാകേഷിൻ്റെ കൂടെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. അവൻ എഴുന്നേറ്റ് പോകാൻ തുടങ്ങിയപ്പോൾ രാകേഷ് അവനോട് ചോദിച്ചു, മോനെ എവിടേക്കായി പോകുന്നത്? അപ്പാ, ഞാൻ വാഷ്റൂമിൽ പോകുന്നു. ഇത് പറഞ്ഞവൻ വളരെ ശാന്തമായി വാഷ്റൂമിലേക്ക് പോയി. അതിനുശേഷം 5-10 മിനിറ്റ് ആകുന്നു. ഒരു ശബ്ദവും വരുന്നില്ല. വാഷ്റൂമിൽ നിന്നും വരുന്നുണ്ടായിരുന്നില്ല. രാകേഷിന് ചെറിയൊരു പേടിയുണ്ടായി. മോനെ രാകേഷ് ഉറക്കെ വിളിച്ചു. ടാപ്പ് തുറന്ന് വെള്ളം ഒഴുകുന്ന ശബ്ദം വരുന്നു. പക്ഷെ ആരവിൻ്റെ ഒരു ശബ്ദവും വരുന്നില്ല. രാകേഷ് പെട്ടെന്ന് തളരുവാൻ തുടങ്ങി. അവൻ വാഷ്റൂമിൻ്റെ വാതിൽ തട്ടാൻ തുടങ്ങി. ഒരു അനക്കവും ഉണ്ടായില്ല. അവസാനം രാകേഷ് വാതിൽ പൊളിക്കുമ്പോൾ കണ്ടത് ആരവ് നിലത്ത് വീണ് കിടക്കുന്നതായിരുന്നു. അവൻ്റെ ശരീരം തണുത്തുപോയിരിക്കുന്നു. അവൻ്റെ കണ്ണുകൾ തുറന്നിരിക്കുന്നു. അവൻ്റെ മുഖം വളരെ ശാന്തമായിരുന്നു. രാകേഷ് അവനെ കുലുക്കി വിളിച്ചു. പക്ഷേ അവൻ്റെ ശരീരം തണുത്തുപോയിരിക്കുന്നു. ഉടൻ തന്നെ അവനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പക്ഷേ അതിന് ഫലമുണ്ടായില്ല. ആരവ് അവരെ വിട്ടുപോയി. പൂജയും രാകേഷും കരഞ്ഞ അവശരായി. അവർ ആ വീട് എടുത്തില്ലായിരുന്നെങ്കിൽ തങ്ങളുടെ മകൻ തങ്ങളുടെ കൂടെ എപ്പോഴും കാണുമെന്ന് ചിന്തിച്ചു. പൂജ പുറമെ ശാന്തയായിരുന്നെങ്കിലും ഉള്ളിൽ അവൾ മരിച്ചിരുന്നു. ഇടയ്ക്കൊക്കെ അവൾ എന്തൊക്കെയോ പിറുപിറുത്തുകൊണ്ടേയിരിക്കുന്നു. രാകേഷ്, ഇപ്പോൾ എൻ്റെ ഊഴമാണല്ലോ അല്ലേ? ഒരു രാത്രി പൂജ രാകേഷിനോട് ചോദിച്ചു. എണ്ണം മുന്നോട്ട് പോയിരിക്കുന്നുവെന്ന് അവന് മനസ്സിലായി.
ആരവിൻ്റെ മരണത്തിന് ശേഷം വീട് പൂർണ്ണമായും നിശബ്ദമായി. ഇത് കൊടുങ്കാറ്റിന് മുമ്പുള്ള ശാന്തത പോലെ അവൻ അനുഭവപ്പെട്ടു. പൂജ ദിവസം മുഴുവനും മിണ്ടാതെ പൂജാമുറിയിലിരിക്കുന്നു. പലതവണ അവൻ അവളോട് വീട് വിടാൻ പറഞ്ഞു, പക്ഷെ അവൾ സമ്മതിക്കുന്നില്ല. അവൾ പറയുന്നത് ഈ വീട്ടിൽ ഇപ്പോഴും തൻ്റെ മകൻ ഉണ്ടെന്നാണ്. ഒരു ദിവസം പൂജ അവനെ നോക്കി ചെറുതായി ഒന്ന് ചിരിച്ചു. പക്ഷെ ആ ചിരി പൂജയുടെ ചിരിയല്ല എന്ന് അവന് തോന്നി. ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല എന്ന് അവന് തോന്നി. രാകേഷ് എഴുന്നേറ്റു. തൻ്റെ ബാഗും ചില അത്യാവശ്യ ഡോക്യുമെൻസുകളും എടുത്തു. പൂജയുടെ കൈ പിടിച്ചവളെ വലിച്ചുകൊണ്ട് വീടിൻ്റെ പുറത്തേക്ക് കൊണ്ടുപോകാൻ തുടങ്ങി. അവൻ പൂജയെ കൊണ്ടുപോകാൻ തുടങ്ങിയപ്പോൾ തന്നെ അവളുടെ വയറ്റിൽ വലിയൊരു വേദന അനുഭവപ്പെട്ടു. അത് കൂടിക്കൂടി വന്നു. പൂജ അവിടെ തന്നെ ഇരുന്നു പോയി. ഈ വീടിപ്പോൾ പൂജയെ പുറത്തേക്ക് പോകാൻ അനുവദിക്കുന്നില്ല എന്ന് അവന് മനസ്സിലായി. പൂജയെ കൂട്ടിയവൻ എങ്ങനെയോ ഉള്ളിലേക്ക് പോയി. പിന്നെ പതുക്കെ പതുക്കെ പൂജയുടെ വയറ്റിലെ വേദന കുറയാൻ തുടങ്ങി. രാത്രി പൂജ നന്നായി ഉറങ്ങിയിരുന്നു. പക്ഷെ രാകേഷ് പൂജയുടെ കൈ പിടിച്ച് അവളുടെ അടുത്ത് തന്നെ കിടക്കുന്നുണ്ടായിരുന്നു. സമയം 3:17 AM. പൂജയുടെ കണ്ണു തുറന്നു. പൂജ എഴുന്നേറ്റു. രാകേഷിന്റെ നേർക്ക് നോക്കാതെ മുറിയിൽ നിന്നും പുറത്തേക്ക് പോയി. അവൻ അവളെ ഉറക്കി വിളിച്ചു. പൂജ അവന്റെ നേർക്ക് നോക്കുന്നില്ല, മറുപടി നൽകുന്നില്ല. പിന്നെ അവൾ പടികൾ കയറി മുകളിലേക്ക് പോകുന്നു. അവൻ പൂജ മുകളിലേക്ക് പോകുന്നത് നോക്കി നിന്നു. പൂജ, മുകളിൽ പോകരുത്. പൂജ പ്ലീസ്, മുകളിൽ പോകരുത്, അവൻ ഉറക്കെ പറഞ്ഞു. പക്ഷെ അവൾ തിരിഞ്ഞു നോക്കിയില്ല. ലിവിംഗ് റൂമിലെ ലൈറ്റുകൾ ഓഫായിരുന്നു. വെറും ഇരുട്ടിൽ പൂജ നടന്നു പോകുന്ന ശബ്ദത്തിൽ നിന്നും അവൻ അറിയാൻ പറ്റി അവളൊരു പക്ഷേ മുകളിൽ എത്തിയിട്ടുണ്ടാവാമെന്ന്. അവൻ ഇരുട്ടിൽ എങ്ങനെയോ പിടിച്ച് പടികൾ കയറി ചെല്ലുമ്പോൾ കാണുന്നത് മുകളിൽ പൂജാമുറിയിൽ ഒരു വിളക്ക് കത്തുന്നതായിരുന്നു. പൂജ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അവൻ അവളുടെ പുറകിൽ ചെന്ന് അവളുടെ കൈ പിടിക്കുന്നു. അവൾ എന്തൊക്കെയോ അവനോട് പറയുന്നുണ്ടായിരുന്നു. അവൾ പിന്നെയും എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അവളെ കുലുക്കിയാലും അവളുടെ കൈ പിടിച്ചാലും അവളോട് എന്തെങ്കിലും പറഞ്ഞാലും അവൾ റെക്കോർഡ് ചെയ്തതുപോലെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം അവൾ പതിയെ എഴുന്നേറ്റ് മുന്നോട്ട് നടന്ന് പെട്ടെന്ന് തന്നെ ഇരുട്ടിൽ മറഞ്ഞു. അവളുടെ കാലടി ശബ്ദത്തിൽ നിന്നും അവൾ കോണിപ്പടികളുടെ അരികിലേക്കാണ് നടക്കുന്നതെന്ന് അവന് മനസ്സിലായി. അവൻ എഴുന്നേൽക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഒരു വലിയ ശബ്ദം കേട്ടു. മുകളിൽ നിന്നും ആരോ താഴെ വീഴുന്ന പോലെയുള്ള വലിയൊരു ശബ്ദം. എന്താണ് സംഭവിച്ചതെന്ന് അവന് മനസ്സിലായി. പക്ഷെ ആ യാഥാർത്ഥ്യം വിശ്വസിക്കാൻ അവൻ ആഗ്രഹിച്ചിരുന്നില്ല. അവൻ എഴുന്നേറ്റ് മുന്നോട്ട് പോയി. മുകളിൽ നിന്നും താഴേക്ക് നോക്കുമ്പോൾ പൂജയെ കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. ആ കാഴ്ച കണ്ട് അവൻ പേടിച്ചു പോയിരുന്നു. പിന്നീട് അവൻ ധൈര്യം സംഭരിച്ച് പടികളിൽ നിന്നും പതുക്കെ താഴേക്കിറങ്ങി. രാകേഷ് പൂജയെ ആ അവസ്ഥയിൽ കണ്ടപ്പോൾ, അവളുടെ തലയിൽ നിന്നും ഒഴുകുന്ന രക്തം കണ്ടപ്പോൾ വളരെ ഉച്ചത്തിൽ അവൻ അലറിക്കരഞ്ഞു. തല ചുവരിൽ ഇടിച്ചു. ഇത്രയധികം ശബ്ദം കേട്ടിട്ടാകണം ഒത്തിരി അയൽപക്കക്കാർ അവിടേക്ക് വന്നിരുന്നു. രാകേഷ് വാതിൽ തുറന്നു. പക്ഷെ അവരാരും വീടിൻ്റെ ഉള്ളിലേക്ക് കയറിയില്ല. എല്ലാവരും വീടിൻ്റെ വെളിയിൽ തന്നെ നിന്നു. രാകേഷ് കരയുന്നത് അവർ അവിടെ നിന്ന് തന്നെ നോക്കുന്നുണ്ടായിരുന്നു. അവൻ തൻ്റെ വീട്ടുകാരെ ഫോണിൽ ബന്ധപ്പെട്ട് നടന്ന സംഭവങ്ങൾ ധരിപ്പിച്ചു. ഉടൻ തന്നെ അവർ വീട്ടിലേക്ക് പാഞ്ഞെത്തി. 1 മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ അവരുടെ പ്രിയപ്പെട്ട 2 പേരാണ് മരണമടഞ്ഞത്. ആ ദുഃഖം അവർക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. എല്ലാവരും വിങ്ങി കരയുവാൻ തുടങ്ങി. മരണാനന്തര ചടങ്ങുകളെല്ലാം കഴിയുന്നതുവരെ അവൻ്റെയും പൂജയുടെയും കുടുംബം അവനോടൊപ്പം ആ വീട്ടിൽ തന്നെയായിരുന്നു കഴിഞ്ഞത്. ആ ദിവസങ്ങളിലൊക്കെ വീട് നിശബ്ദമായിരുന്നതായി അവന് തോന്നി. രാകേഷിൻ്റെ അമ്മ അവനെ തിരികെ അവരുടെ കൂടെ കൊണ്ടുപോകാൻ നോക്കി. പക്ഷെ അവൻ എന്തുകൊണ്ടോ അതിന് തയ്യാറായില്ല. പക്ഷെ അവനെ ആ വീട്ടിൽ തനിച്ചാക്കി പോകാനും അവരാരും തയ്യാറായിരുന്നില്ല. അവർ അവനോടൊപ്പം ആ വീട്ടിൽ താമസിക്കാൻ തുടങ്ങി. രാത്രിയിൽ അവൻ ഹാളിലെ നിലത്തായിരുന്നു ഉറങ്ങിയത്. ഇടയ്ക്കെന്തോ ശബ്ദം കേട്ടുണർന്നപ്പോൾ കെയർ ടേക്കർ സ്റ്റെയർ കേസിൽ നിൽക്കുന്നതായി അവൻ കണ്ടു. മുന്നത്തേക്കാൾ വ്യത്യസ്തമായി ഇപ്രാവശ്യം പൂർണ്ണ വെളിച്ചത്തിലായിരുന്നു അയാൾ നിന്നിരുന്നത്. അതിനാൽ രാകേഷിന് അയാളെ കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. അവൻ ഉച്ചത്തിൽ അലറി. തൻ്റെ കണ്ണുകളിൽ കൈവച്ചു. അവൻ തല കറങ്ങി ആ നിലത്തേക്ക് തന്നെ വീണു. ബോധം വന്നപ്പോൾ അവൻ പടികളിൽ ഇരിക്കുകയായിരുന്നു. ആ സമയം അവന് ചുറ്റും കനത്ത ഇരുട്ടായിരുന്നു. പക്ഷെ എന്തൊക്കെയോ ശബ്ദങ്ങൾ അവന് കേൾക്കാൻ കഴിയുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ അവൻ്റെ ഊഴം വന്നിട്ടുണ്ടാവുമെന്ന് രാകേഷിന് തോന്നാൻ തുടങ്ങി. അവൻ ഇനി എത്ര നേരം കൂടി ജീവിച്ചിരിക്കുമെന്ന് അവൻ അറിയില്ലായിരുന്നു. ഒരു കാര്യം അവൻ അറിയാമായിരുന്നു. അവൻ്റെ പ്രിയപ്പെട്ട 2 പേരും ആ വീട്ടിൽ തന്നെയാണ്. അവൻ അവരെ വിട്ട് അവിടെ നിന്നും എങ്ങോട്ടും പോകില്ലെന്ന് പിറുപിറുത്തു. അവൻ തൻ്റെ കണ്ണുകളിൽ കുറേയധികം മുറിവേൽപ്പിച്ചു. ദിവസങ്ങളോളം കണ്ണുകളിൽ മുറിവ് കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ ദിവസങ്ങളിൽ അവൻ ഒന്നും തന്നെ കാണാൻ സാധിച്ചിരുന്നില്ല. ഈ സംഭവങ്ങൾക്ക് ശേഷം അവൻ അസാധാരണമായി ഒന്നും കണ്ടിട്ടില്ല, ഒന്നും കേട്ടിട്ടുമില്ല. ഒരു അനുഭവങ്ങളും അവനുണ്ടായിട്ടില്ല. അവൻ്റെ വീട്ടുകാരും ആ വീട്ടിൽ താമസിച്ചു. പക്ഷെ ആർക്കും ഇത്തരത്തിൽ ഒരു കാര്യവും അനുഭവം ഉണ്ടായിട്ടില്ല. ഒരുപക്ഷെ ആ വീട് ശാന്തമായിട്ടുണ്ടാകും. ആ വീടിൻ്റെ എണ്ണം പൂർത്തിയായിട്ടുണ്ടാകും. അവൻ ആ വീട്ടിൽ നിന്നും പോകാൻ ആഗ്രഹിച്ചിരുന്നില്ല. പക്ഷെ എല്ലാ കർമ്മങ്ങളും അവസാനിച്ച ശേഷം രാകേഷിൻ്റെ അമ്മ അവനെ അവരുടെ കൂടെ തിരികെ കൊണ്ടുപോയി. അവൻ വീട് വിട്ടിറങ്ങിയെങ്കിലും എന്തോ ഭാരം അവൻ്റെ ഉള്ളിൽ അവശേഷിച്ചിരുന്നു. ഈ സംഭവങ്ങൾ നടന്നിട്ടിപ്പോൾ കുറേ നാളുകളായി. അവൻ ഇൻഡോറിലേക്ക് തിരികെ വന്നു. തൻ്റെ മാതാപിതാക്കളുടെ കൂടെ തന്നെ ഇപ്പോഴും താമസിക്കുന്നു. അവിടെ തന്നെ ജോലിയും ചെയ്യുന്നു. ഒരുപാട് നാളുകൾ കഴിഞ്ഞെങ്കിലും അവിടുത്തെ ഓർമ്മകൾ അവൻ്റെ മനസ്സിൽ ഇപ്പോഴും ബാക്കിയായിരിക്കുന്നു. ചില നേരം ഒറ്റയ്ക്കാകുമ്പോൾ അവൻ ആരോ തൻ്റെ കൂടെ ഉണ്ടെന്ന് തോന്നും.
ഒരുപക്ഷെ തൻ്റെ സമയം വന്നിട്ടില്ലായിരിക്കും. എന്തൊക്കെ പറഞ്ഞാലും അവന് താൻ ജീവിച്ചിരിക്കുന്നുവെന്ന് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഒരുപക്ഷെ ഇത് തൻ്റെ അമ്മ ക്ഷേത്രത്തിൽ നടത്തിയ പൂജയുടെയും ജപിച്ചു കിട്ടിയ തകിടിൻ്റെയും ഫലമായിരിക്കാമെന്ന് അവൻ വിശ്വസിച്ചു. ഒരു കാര്യം ഓർക്കുക, ഈ അനുഭവം വെറും അസാധാരണമായ ഒന്നായിരുന്നില്ല. അതൊരു മനുഷ്യൻ്റെ അശ്രദ്ധയുടെ ഫലമായിരുന്നു. ഒരു വീട് നമ്മൾ വാങ്ങുമ്പോൾ ആ വീട് പാസ്റ്റ് എന്താണെന്ന് അന്വേഷിക്കണം. കുറച്ച് പണത്തിന് വേണ്ടി മറ്റുള്ളവരുടെ ജീവിതം വെച്ച് കളിക്കുന്നവർ ആ സമയത്ത് രക്ഷപ്പെട്ടേക്കാം. പക്ഷേ നല്ലതായാലും ചീത്തയായാലും കർമ്മഫലം അവർ അനുഭവിക്കുക തന്നെ ചെയ്യും. അങ്ങനെ ഈ കഥ കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനിയും പുതിയ കഥയുമായി 2 ദിവസത്തിനുള്ളിൽ വരാം. ലവ് യു ഓൾ. ബൈ.